ചെയ്യാം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ബയോളജി ഓഫ് ബിലീഫ് ആണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എലീറ്റ് ഓഡിയൻസിന്റെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്നിരിക്കാൻ അവസരം തന്നതിൽ ഡോക്ടർ ഗിരിജയോട് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 മിനിറ്റ് നമുക്ക് എടുക്കാം. എല്ലാവരും ഒന്ന് നേരെ ഇരിക്കാവോ? നടുവെല്ലാം നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഇരുന്നാൽ നല്ലത്. ഓക്കെ, ഇന്ന് കണ്ണുകൾ അടച്ചോളൂ. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഒരു ദീർഘശ്വാസം ഒന്ന് എടുത്തു വിടാം. പൂർണ്ണമായും ശ്രദ്ധ നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാം. പൂർണ്ണമായ ആരോഗ്യത്തോടെ, അതിലേറെ സന്തോഷത്തോടെ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഈ ലോകത്തേക്ക് വരുവാൻ കാരണഭൂതരായ മാതാപിതാക്കൾ, അവരെ നന്ദിയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഒരു നിമിഷം ഓർക്കുന്നു. അവരുടെ മുഖം, രണ്ടുപേരുടെയും മുഖം മനസ്സിൽ കാണാം. നമുക്ക് ഒരു വാക്കുകൊണ്ടായാലും ഒരു പുഞ്ചിരി കൊണ്ടായാലും നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തന്ന ഒത്തിരി അധ്യാപകരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ, സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയതിന് പുറകിൽ മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നതുമായ ഒരുപാട് ആളുകളുടെ സഹായവും പ്രയത്നവും ഒക്കെ ഉണ്ട്, നമ്മൾ അറിയാത്തതും അറിഞ്ഞതുമായിട്ടും. അവരെയും നമുക്ക് നന്ദിയോടെ, സ്നേഹത്തോടെ ഓർക്കാം. അടുത്ത ഒരു നിമിഷം പൂർണ്ണമായി മൗനത്തിലേക്ക് പോകാം. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. പതുക്കെ കണ്ണുകൾ തുറക്കുക. ആൻഡ് റൈറ്റ്, ഒരു സുഖമുണ്ട്. തുടങ്ങാം നമുക്ക്. വളരെ ചുരുങ്ങിയ സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. നമ്മുടെ സബ്ജക്ട് ബയോളജി ഓഫ് ബിലീഫ് ആണ്. വിശ്വാസം എങ്ങനെ നമ്മുടെ ബയോളജിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട്. ഞാനൊരു ബയോളജിസ്റ്റ് അല്ല, ഒരു മെഡിക്കൽ ഡോക്ടറും അല്ല. സൈക്കോളജിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, വഴിമാറി വന്ന ഒരു മനുഷ്യനാണ്. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയർ ആണ്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ കുറെ നാൾ അങ്ങനെ പഠിപ്പിച്ചും ഒക്കെ കഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ സായാഹ്ന കാലത്ത് തോന്നിയ ഒരു മോഹമാണ് സൈക്കോളജി പഠിക്കണമെന്നുള്ളത്. കുറച്ചു പേരെങ്കിലും ഒന്ന് ക്യാമറ ഓൺ ആക്കിയാൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. മഞ്ജു ഉണ്ട്, പ്രീതയുണ്ട്, സൂസൻ മാഡം ഉണ്ട്. ഓക്കെ, Vijayalakshmi madam, it will be in Malayalam only, but in between I may use English, but if you don't know Malayalam, if you can't follow Malayalam, I think it will be difficult for you to understand. I'm very sorry. Okay. Right. അപ്പൊ പറഞ്ഞു വന്നത് ബയോളജി ഓഫ് ബിലീഫ്. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് അല്ല എന്ന് ആദ്യം തന്നെ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് സാധാരണ പറയുക. പക്ഷെ ഞാൻ വലിയ എക്സ്പേർട്ട് അല്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു തുടക്കത്തിൽ തന്നെ. ബയോളജി അത് ഡോക്ടർമാരുടെ വിഷയമാണ്, ബിലീഫ് അത് സൈക്കോളജിസ്റ്റുമാരുടെ വിഷയമാണ്. അപ്പൊ ഇത് രണ്ടും കൂടിയുള്ള ഒരാളാണ് എന്നെ വിളിച്ചിട്ടുള്ളത്, ഡോക്ടർ ഗിരിജ. ഷീസ് എ ഡബിൾ ഡോക്ടർ, മെഡിക്കൽ ഡോക്ടറാണ്, അതിന്റെ കൂടെ സൈക്കോളജിയിൽ ഡോക്ടറേറ്റും ഉള്ള ആളാണ് ഗിരിജ. അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ഒരു വിഷയത്തിലുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സബ്ജക്ട് എടുക്കാൻ കാരണം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു എക്സസൈസ്. നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതുക, അല്ലെങ്കിൽ മനസ്സിൽ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വ്യക്തികളുടെ പേര് ഒന്ന് വേഗം എഴുതുക.
എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും മനസ്സിൽ കാണും, പേനയും പേപ്പറും ഇല്ലെങ്കിൽ എടുക്കാനൊന്നും പോകണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വ്യക്തികൾ. കഴിഞ്ഞെങ്കിൽ അടുത്ത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള 3 വ്യക്തികൾ. അത് വേണമെങ്കിൽ ഈ സെയിം നമ്മൾ ആദ്യം എഴുതിയ 3 വ്യക്തികളുമാകാം, അതല്ലാത്തതുമാകാം. നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള 3 വ്യക്തികൾ. കഴിഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ നമ്മൾ 3 3 6 പേര് എഴുതി. ഈ 6 പേരിൽ നമ്മുടെ സ്വന്തം പേര് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാം. ഇല്ല. ഉണ്ടോ? ഓക്കെ, അതിലേക്ക് പിന്നെ വരാം. എന്തിന് ഞാനിത് എഴുതിച്ചു എന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും ഇല്ല. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കാഴ്ചപ്പാട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരാളുടെ പേര് വിക്ടർ ഫ്രാങ്കിൾ ആണ്. നമുക്കെല്ലാം അറിയാവുന്ന വിക്ടർ ഫ്രാങ്കിൾ. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ആറ്റിറ്റ്യൂഡ് കൊണ്ട്, അല്ലെങ്കിൽ മനഃശക്തി കൊണ്ട് മാത്രം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പുറത്തു വരികയും മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ളൊരു പുസ്തകം എഴുതുകയും വൈറലാവുകയും ലോഗോതെറാപ്പി എന്ന് പറയുന്ന ഒരു തിയറി അല്ലെങ്കിൽ തെറാപ്പി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അതേമാതിരി തന്നെ ഞാൻ പറയാം. എവരിതിങ് ക്യാൻ ബി ടേക്കൺ ഫ്രം എ മാൻ, എവരിതിങ് ക്യാൻ ബി ടേക്കൺ ഫ്രം എ മാൻ, ബട്ട് വൺ തിങ്, ദ ഫ്രീഡം ടു ചൂസ് വൺസ് ആറ്റിറ്റ്യൂഡ് അറ്റ് എനി ഗിവൺ സർക്കംസ്റ്റാൻസസ്. ഒരു മനുഷ്യനിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോവാം ആർക്ക് വേണമെങ്കിൽ. പക്ഷേ ഒരു സന്ദർഭത്തിൽ എന്ത് മനോഭാവം സ്വീകരിക്കണം എന്നുള്ളത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. അത് എൻ്റെ മാത്രം സ്വന്തമാണ്. എൻ്റെ പൈസ അടിച്ചു മാറ്റാം, എൻ്റെ വീടടിച്ചു മാറ്റാം, എൻ്റെ വാഹനങ്ങൾ കൊണ്ടുപോകാം. പക്ഷെ സ്വതന്ത്രമായിട്ട് എന്ത് മനോഭാവം സ്വീകരിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ചോയ്സാണ്. ആ ഒരു വാചകത്തിന് നമ്മുടെ വിഷയവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പൊ ഡോക്ടർ ഗിരിജ പറഞ്ഞു, ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് എന്നെ ഇവിടെ ഒന്ന് ഇരുത്തിയിരിക്കുന്നത്. ശരിയാണ്, ആയിരിക്കാം. അല്ലെങ്കിൽ പക്ഷേ ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോ സന്തോഷത്തോടു കൂടി ഇരിക്കണോ, അതോ ഗിരിജ നിർബന്ധിച്ച വിഷമത്തോടു കൂടി ഇരിക്കണോ, അത് എൻ്റെ മാത്രം തീരുമാനം. തീർച്ചയായിട്ടും ഇത്രയും ആളുകളുടെ മുന്നിൽ സന്തോഷത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. വേറൊരാളുടെ പേര് ഓർമ്മ വരുന്നത് ദ ജീനി ഓഫ് ജീൻസ്. ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാണ് നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ്. ദ ജീനി ഓഫ് ജീൻസ് ഓർ ദ ജീനി ഓഫ് യുവർ ജീൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയ ഒരു മനുഷ്യനുണ്ട്, ഡോക്ടർ ഡോസൺ ചർച്ച്. അദ്ദേഹത്തിന്റെ ബുക്കിൽ ഒരു വാചകമാണ്, ഈച്ച് ഓഫ് us holds a key to a pharmacy containing a dazzling array of healing compounds. എന്നുവെച്ചാൽ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന മരുന്നുകളുടെ ഒരു കലവറയാണ് നമ്മുടെ എല്ലാം തലച്ചോറ്. ഇന്നത്തെ കാലത്ത് ഇതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വാചകമാണ്. കാരണം അലോപ്പതി ഡോക്ടർമാര് ആയുർവേദ ഡോക്ടർമാരെ കുറ്റം പറയുന്നു, ആയുർവേദ ഡോക്ടർമാര് അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരും അലോപ്പതി ഡോക്ടർമാരും കൂടെ ഹോമിയോ ഡോക്ടർമാരെ കുറ്റം പറയുന്നു. ഇവർ 3 പേരും കൂടെ നാട്ടുവൈദ്യക്കാരെയും നാടി ചികിത്സക്കാരെയും കുറ്റം പറയുന്നു. ഇവരൊക്കെ അറിയേണ്ട ഒരു വാചകമാണ് എഴുതിയിരിക്കുന്നത്. ഇവരുടെ ഒന്നും ഗുണം കൊണ്ട് മാത്രമല്ല അസുഖം ഭേദമാകുന്നത്, നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ കഴിവ് കൂടെ ഉള്ളത് കൊണ്ട് മാത്രം. ഞാനൊന്ന് ഷെയർ ചെയ്യാം. കാണാമല്ലോ അല്ലേ? അപ്പൊ അൺവീലിംഗ് ദ ഇന്റർപ്ലേ ഓഫ് ജെനറ്റിക്സ്, എപ്പിജെനറ്റിക്സ്, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഇതൊരു ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ബയോളജി ഓഫ് ബിലീഫ് എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെയാണ്. ബുക്കിന്റെ പേര് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ തുടക്ക ഭാഗം ജെനറ്റിക്സിനെ കുറിച്ചും എപ്പിജെനറ്റിക്സിനെ കുറിച്ചും ഒന്നും നമ്മൾ അധികം ഡിസ്കസ് ചെയ്യില്ല.
പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള വിഷയത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജനറ്റിക്സിനെ കുറിച്ചും എപ്പിജനറ്റിക്സിനെ കുറിച്ചും പറയാൻ എനിക്ക് വലിയ വിവരമില്ല. രണ്ടാമത്തെ കാര്യം, സമയക്കുറവാണ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകൾ, പെർസെപ്ഷൻസ് ആണ് നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, ജീനുകളല്ല. അതാണ് ഇതിന്റെ കീ പോയിന്റ്, ആ ബുക്കിന്റെ കീ പോയിന്റ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്തിനാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പർപ്പസ് എന്താ? നമ്മുടെ ഈ പെർസെപ്ഷൻസ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നമ്മുടെ ബയോളജിയെ, നമ്മുടെ ശരീരത്തെ മാറ്റുന്നത് എന്നുള്ളത് ഒരു അറിവിന് വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരാളെയാണ്. പക്ഷെ ശരിക്കും അത് ഒരാളല്ല. നമ്മുടെ ശരീരത്തിൽ 50 മുതൽ, അല്ലെങ്കിൽ ഒരു 35 മുതൽ 50 ട്രില്യൺ, ട്രില്യൺ എന്ന് വെച്ചാൽ 12 പൂജ്യമാണ് കേട്ടോ, 50 ട്രില്യണോളം കോശങ്ങളുണ്ട്, സെൽസ് ഉണ്ട്. ഈ ഓരോ സെല്ലും, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ ഫംഗ്ഷനും അതിനകത്തുമുണ്ട് എന്ന് പറയുന്നത്. അതിനകത്തും ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്തും ഒരു നെർവസ് സിസ്റ്റം ഉണ്ട്, അതിനകത്തും ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ട്, അതിനകത്തും ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ഈ 50 ട്രില്യൺ കോശങ്ങൾ അടങ്ങുന്ന നമ്മുടെ ശരീരത്തെ പഠിക്കുന്നതിൽ എളുപ്പം ഈ ഒരു സെല്ലിനെ പഠിക്കലാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശരീരത്തിലുള്ള സകല പരിപാടികളും നടക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്, ബയോ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്. അപ്പൊ ഈ കെമിക്കൽസ് എവിടെ ഉണ്ടാക്കുന്നു? നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കുന്നു. ആരാണ് ഇതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? അപ്പൊ ഇനി 50 ട്രില്യൺ കോശങ്ങൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു സമൂഹമാണ് ഞാൻ. ആ സമൂഹത്തിന്റെ ഗവൺമെന്റ് ആണ് നമ്മുടെ തലച്ചോറ്. അപ്പൊ ഏത് കെമിക്കൽ ഉണ്ടാക്കണം, അത് എപ്പോൾ ഉണ്ടാക്കണം, അത് എത്രമാത്രം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത് എന്റെ ഗവൺമെന്റ് ആണ്, എന്റെ ബ്രെയിൻ ആണ്, തലച്ചോറാണ്, അല്ലെങ്കിൽ എന്റെ ചിന്തകളാണ്. സൈക്കോളജി പറയുന്നത്, ഒരു മനുഷ്യൻ ഒരു ദിവസം അവന്റെ തലയിലൂടെ, അവന്റെ തലച്ചോറിലൂടെ 60,000 ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്, ഓൺ ആൻ ആവറേജ്. അത് ആൾമോസ്റ്റ് റെപ്പിറ്റേറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ഓരോ ചിന്തകളും നമുക്കൊരു ഫീലിങ്സ് തരുന്നുണ്ട്, ഒരു വികാരം തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചിന്തകൾ, ദാറ്റ് ഈസ് റേഡിയേറ്റിംഗ് ഇൻ ടു യുവർ ബോഡി, നമ്മുടെ ശരീരത്തിലേക്ക് അത് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ വർക്ക് പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. അതിന്റെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ റിലേഷൻഷിപ്പിന്റെ ബന്ധങ്ങളെ ബാധിക്കുന്നുണ്ട്. അത് എന്റെ ചുറ്റുപാടുകളിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തെയും ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്താണെന്നും എങ്ങനെ ജീവിക്കണമെന്നും എന്ന് തീരുമാനിക്കുന്നത് എന്റെ ചിന്തകളാണ്. ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കണോ, അതോ സാഡ് ആയിട്ട് ജീവിക്കണോ? ഞാൻ ഹെൽത്തി ആയിട്ട് ജീവിക്കണോ, സിക്ക് ആയിട്ട് ജീവിക്കണോ? ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കണോ, അതോ ഫെയിലിയർ ആയിട്ട് ജീവിക്കണോ? ഞാൻ റിച്ച് ആയിട്ട് ജീവിക്കണോ, പുവർ ആയിട്ട് ജീവിക്കണോ? ഞാൻ ഒരു നല്ല കുടുംബ ബന്ധം കൊണ്ടുപോകണോ, മോശം കുടുംബ ബന്ധം കൊണ്ടുപോകണോ? ഞാൻ സമൂഹത്തിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാവണോ, റിജക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാവണോ? ഇതെല്ലാം തീരുമാനിക്കുന്നതിന്റെ ഉത്ഭവം എന്റെ ചിന്തകളാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ചിന്തകൾ എങ്ങനെ എന്റെ ഹെൽത്തിനെയും സിക്നെസിനെയും ബാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഡോക്ടർ ഗിരിജ എന്റെ അടുത്ത് ഒരു സബ്ജക്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സബ്ജക്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ആലുവയ്ക്ക് പോകുന്നത്. അപ്പൊ അവിടെ രാത്രിയാണ്, അവിടെ ഒരു കട, പുതുതായിട്ടുള്ള കടയല്ലെന്ന് തോന്നും, പക്ഷെ അതിന്റെ ലൈറ്റുകളെല്ലാം കണ്ടപ്പോൾ നോക്കിയപ്പോ വിശാലമായ ഒരു സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റിന്റെ പേര് മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് എന്ന്. ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് പോലെ വിശാലമായ ഒരു മെഡിക്കൽ സ്റ്റോർ, നിറച്ച് മരുന്നുകൾ. ഇതൊക്കെ ആർക്ക് തിന്നാനുള്ളതാണ്, എന്തിന് തിന്നാനുള്ളതാണ്? വേറൊരു ന്യൂസ് കണ്ടത്, ഈ കോവിഡ് സമയത്ത്
നമ്മുടെ ഇന്ത്യക്കാർ തിന്നു തീർത്ത ഡോളോയുടെ എണ്ണം, ഒരു ഡോളോയ്ക്ക് 1.5 സെന്റിമീറ്റർ നീളം വെച്ച് കൂട്ടിയാൽ അത് എവറസ്റ്റ് കൊടുമുടിയെ 60,000 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. 350 കോടി ഡോളോ ആണ് നമ്മൾ തിന്നു തീർത്തത്. ബുർജ് ഖലീഫയെ 63,000 പ്രാവശ്യം കവർ ചെയ്യാനുള്ള അത്രയും ഡോളോ നമ്മളൊക്കെ തിന്നു തീർത്തു എന്നർത്ഥം. അപ്പൊ പറഞ്ഞു വന്നത് ഒന്നേ ഉള്ളൂ, നമ്മുടെ ചിന്തകൾ അതിന് ശക്തിയുണ്ട്. ഇപ്പൊ നമ്മൾ EEG എന്ന് കേട്ടിട്ടുണ്ട്, ഇലക്ട്രോ എൻസിഫലോഗ്രാം. അത് നമ്മൾ എടുക്കുന്നത് തലയിൽ ഇലക്ട്രോഡ് വെച്ചിട്ടാണ്, നമ്മുടെ തലയിലുള്ള ബ്രെയിൻ ആക്ടിവിറ്റിയുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ റീഡ് ചെയ്തിട്ടാണ്. പക്ഷെ വേറൊരു സാധനം കൂടി ഉണ്ട്, MEG, മാഗ്നറ്റോ എൻസിഫലോഗ്രാം. അതിന് ഇലക്ട്രോഡ് നമ്മുടെ തലയിൽ ടച്ച് ചെയ്യുന്നില്ല, അതിങ്ങനെയാ വയ്ക്കുക. അപ്പൊ അങ്ങനെ വയ്ക്കുമ്പോൾ അതിന് റീഡിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിൽ സിഗ്നൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കകത്തു നിന്ന് എന്തോ പുറത്തേക്ക് പോകുന്നുണ്ട്, റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഞാൻ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയാലും ഒരു കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആയാലും എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് സിഗ്നൽ ഉണ്ടാവും. ഒരു മാഗ്നറ്റിക് സിഗ്നൽ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും ഉണ്ടാവും. എന്ന് വെച്ചാൽ സിഗ്നൽ റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ശരീരം പൂർണ്ണമായിട്ട് എടുത്താൽ ഇത് മൊത്തം പ്രോട്ടീൻസ് ആണ്. നമ്മൾ ആ ബേസിക്കിലേക്ക് മാത്രം പോയിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. മൊത്തം പ്രോട്ടീൻസ് ആണ് എല്ലാം. എന്റെ കണ്ണ്, എന്റെ ചെവി, എന്റെ മൂക്ക്, എന്റെ ലിവർ, എല്ലാം. ഇതിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും, എന്റെ തലമുടിയുടെ കളറ്, എന്റെ കണ്ണിന്റെ കളറ്, എന്റെ തലമുടിയുടെ ഷേപ്പ്, എന്റെ ബോഡിയുടെ ഷേപ്പ്, എവറിത്തിങ് ഇസ് ഡിസൈഡഡ് ബൈ പ്രോട്ടീൻസ്. ഒരു 20,000 മുതൽ 25,000 വരെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പറയാം. അതും 2 ടൈപ്പാണ്. ഒന്ന് എസെൻഷ്യൽ പ്രോട്ടീൻസ്, നോൺ എസെൻഷ്യൽ പ്രോട്ടീൻസ്. ഈ എസെൻഷ്യൽ പ്രോട്ടീനെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണം, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതൊരു 30% വരും. ബാക്കി 70% നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ ഡയറ്ററി പ്രോട്ടീൻസ് നമ്മൾ കഴിക്കുന്നു, നമ്മുടെ ബോഡി ഗ്രോത്തിന് വേണ്ട. നമ്മുടെ ജിമ്മിൽ പോകുന്ന ആൾക്കാരെല്ലാം ഈ പറഞ്ഞ പ്രോട്ടീൻ പൗഡർ ഒക്കെ മേടിച്ച് കഴിക്കുമല്ലോ. നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്തിന് വേണ്ടി, ടിഷ്യൂസ് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഡയറ്ററി പ്രോട്ടീൻ. ബാക്കിയുള്ള പ്രോട്ടീൻസ്, 70% പ്രോട്ടീൻസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതാണ് നമ്മുടെ ശരീരവും നമ്മുടെ സ്വഭാവവും, നമ്മുടെ അകത്ത് നടക്കുന്ന ഫങ്ഷൻസ് എല്ലാം. അപ്പൊ ആരാണ് ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്? അതിന് DNA, ഡിയോക്സി റിബോ ന്യൂക്ലിയിക് ആസിഡ്, DNA നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. വളരെ താഴ്ന്ന ലെവൽ, ഒരു ലേമാൻ ലെവലിൽ പറഞ്ഞാൽ ഈ DNA എന്ന് പറയുന്നത് ഒരു പാചക പുസ്തകം, ലക്ഷ്മി നായരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാചക പുസ്തകം. അപ്പൊ 20,000 മുതൽ 25,000 വരെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള പ്രോട്ടീൻസ് എങ്ങനെ ഉണ്ടാക്കണം. ഒരു പാചക പുസ്തകത്തിൽ നോക്കിയാൽ ആദ്യത്തെ പേജിൽ മുട്ട ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം, പുട്ട് എങ്ങനെ ഉണ്ടാക്കാം, ഇഡലി എങ്ങനെ ഉണ്ടാക്കാം, മുതൽ അവസാനം കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് വരെയുള്ള സകല സാധനങ്ങളും അതിനകത്ത് കാണും. അതാണ് ഈ DNA എന്ന് പറയുന്ന സാധനം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ട എല്ലാ ടൈപ്പ് പ്രോട്ടീൻസും ഉണ്ടാക്കേണ്ട വിധം, അതിന്റെ റെസിപ്പി എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ DNA. അതിന്റെ ഒരു പേജ് ആദ്യം പറഞ്ഞ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ജീൻ എന്ന് പറയാം. അടുത്ത പേജ് അടുത്ത ജീനാണ്, പുട്ട് എങ്ങനെ ഉണ്ടാക്കാം. അടുത്ത പേജ് അടുത്ത ജീനാണ്, മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇതുപോലെ DNA എന്ന് പറയുന്നത് ആ പുസ്തകമാണ്. എങ്ങനെ എന്റെ ശരീരത്തിന് ആവശ്യമായ സകലമാന പ്രോട്ടീൻസും ഉണ്ടാക്കാം എന്നുള്ള സകല കോഡിങ്ങും അതിനകത്തുണ്ട്. അതിൽ ഒരു ജീൻ, ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് പ്രോട്ടീൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്ര തറയായിട്ടല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല, ഇതിന് താഴേക്ക് പോകാൻ പറ്റില്ല. പ്രശ്നം ഏതാണ്? 2 പ്രോസസ്. ഇപ്പൊ എന്റെ ഭാര്യ കാലത്ത് കോളേജിലേക്ക് പോകുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു 5-10 വെജിറ്റബിൾസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അതൊക്കെ എന്റെ DNA പറയുന്ന കാര്യങ്ങളാണ്. ആ സാധനങ്ങളിൽ മെയ്ഡിന്റെ അടുത്ത് പറയാണ്, ഫ്രിഡ്ജിൽ നിന്ന് ക്യാരറ്റോ ബീൻസോ, ക്യാരറ്റ് അല്ലെങ്കിൽ ബീൻസ് എടുത്ത് തേങ്ങ ചേർത്ത് തോരൻ ഉണ്ടാക്കണം. അതൊരു ഇൻസ്ട്രക്ഷനാണ്. നമ്മുടെ ശരീരത്തിൽ ആ ഇൻസ്ട്രക്ഷന്റെ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന DNA-യിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ടൈപ്പ് ജീൻസ് ഉണ്ടാക്കാനുള്ള സകല റെസിപ്പിയും അവിടെയുണ്ട്. അതിൽ നിന്ന് ചില ട്രാൻസ്ക്രിപ്ഷൻസ് പറയും. ഇനി അടുത്തത്, ഈ പറഞ്ഞിരിക്കുന്ന ക്യാരറ്റ് തോരൻ ഉണ്ടാക്കണം,
ബീൻസ് തോരൻ ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്നത് മെയ്ഡാണ്. ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഈ DNA-യിൽ നിന്ന് അവിടെ ഇരിക്കുന്ന റെസിപ്പി വായിച്ചെടുക്കണം. അത് വായിച്ചെടുത്തിട്ട് ആ റെസിപ്പി അനുസരിച്ച് സാധനം പ്രോട്ടീൻ ഉണ്ടാക്കണം. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. അപ്പൊ ഏതാണ് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടത് എന്നും ഏതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്നും, ഞാൻ ബീൻസ് എടുക്കണോ, ക്യാരറ്റ് എടുക്കണോ, വഴുതനങ്ങ എടുക്കണോ, വെണ്ടയ്ക്ക എടുക്കണോ, അതൊരു തീരുമാനമാണ്. അതിൽ നിന്ന് ഞാൻ എന്തുണ്ടാക്കണം എന്നുള്ളത് അടുത്ത തീരുമാനം. ഈ രണ്ട് തീരുമാനങ്ങൾ നമ്മളെ കൂടുതലും നമ്മുടെ ഈ ബയോളജി ഓഫ് ബിലീഫ് പറയുന്നത്, ഇതിന് നല്ലൊരു ശതമാനം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ്, നമ്മുടെ എൻവിയോൺമെന്റ് ആണ്, അല്ലാതെ നമ്മുടെ ജീൻസ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമല്ല. എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ ഉണ്ടാക്കണ്ട എന്ന്. അപ്പൊ ആദ്യം പറഞ്ഞത് മാതിരി ഈ ബുക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ബയോളജി ഓഫ് ബിലീഫ് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് എഴുതിയത്. അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ആയിരുന്നു. ഇതാണ് ആ ബുക്ക്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, മെഡിക്കൽ സയൻസ് ഒരുപാട് പുരോഗമിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡന്റ് പറ്റി, നമ്മുടെ കാല് ചതഞ്ഞു പോയി, നമ്മുടെ ജോയിന്റ് നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് തോലെല്ലാം എടുത്തു പോയി. ഇതൊക്കെ ഇന്നത്തെ മെഡിക്കൽ സയൻസിന് റിപ്പയർ ചെയ്ത് പഴയ സ്റ്റൈലിലാക്കാൻ പറ്റും. അത്രമാത്രം അത് പുരോഗമിച്ചിട്ടുണ്ട്. ഒരു കൈ മാറ്റി വേറൊരാളുടെ കൈ കിട്ടിയാൽ അത് മാറ്റിവെക്കാനുള്ള ടെക്നോളജിയും ശാസ്ത്രം വളർന്നിട്ടുണ്ട്. പക്ഷേ ക്യാൻസർ പോലെ, ഡയബറ്റിസ് പോലെ, കിഡ്നി ഫെയിലിയർ പോലെ, അൽഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിൽ ആ ഒരു വികസനം, ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദി ഡോക്ടേഴ്സ്, ഇറ്റ് ഈസ് ബിക്കോസ് ഈ ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രോബ്ലമാണ്. അതെന്താണ് പറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഫിലോസഫി അതിലേക്ക് നമ്മൾ പോയാൽ ഒരുപാട് സമയം എടുക്കും. ഐസക് ന്യൂട്ടൺ പറഞ്ഞത്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ആറ്റംസ് ആണ്, എല്ലാം മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതിനകത്ത് അത് വെച്ച് പോകുമ്പോൾ മനസ്സിന് അവിടെ ഒരു വിലയില്ല, ഒരു സ്ഥാനമില്ല. ബോഡി ഒരു മെഷീൻ ആയിട്ട് എടുക്കുകയാണ്. ബോഡി മെഷീൻ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഓരോ പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം, റിപ്പയർ ചെയ്യാം, ആ രീതിയിൽ പോയാൽ. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നപ്പോഴാണ് E=mc² എന്നുള്ള മഹത്തായ വാക്യങ്ങൾ വന്നു. മെറ്റീരിയൽ മാത്രമല്ല, അവിടെ ഒരു എനർജി ഉണ്ട്, അവിടെ ഒരു ഫീൽഡ് ഉണ്ട്. ഈ മെറ്റീരിയലിന്, സബ്ജക്റ്റിന് എനർജി നൽകുന്നത്, ഷേപ്പ് നൽകുന്നത് എനർജിയാണ് എന്നൊക്കെ കണ്ടുപിടിക്കപ്പെട്ടതും പോയതും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻസ് ആണ്. നമ്മുടെ ശരീരം മൊത്തം എല്ലാ കാര്യങ്ങളും, ഫങ്ഷൻസും മെറ്റീരിയൽസും പ്രോട്ടീൻസ് ആണ്. അപ്പൊ അതിന് വരുന്ന ഡിഫക്റ്റുകളാണ് നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനകത്ത് 5% മാത്രമേ ഉള്ളൂ ജനറ്റിക് മ്യൂട്ടേഷൻസ്, ഈ പറയുന്നിരിക്കുന്ന DNA ഉണ്ടാക്കുന്നതിലുള്ള മിസ്റ്റേക്സ് കൊണ്ടുണ്ടാകുന്നത്. ബാക്കിയുള്ള 95%ഉം എൻവിയോൺമെന്റ് കൊണ്ടുണ്ടാകുന്നതാണ്. അതല്ലെങ്കിൽ ഈ DNA അല്ലെങ്കിൽ സെല്ലുകളുടെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവും എന്നാണ് ഒരു വിശ്വാസം. ആ സിഗ്നലിന്റെ ഇന്റർഫറൻസ് കൊണ്ടാണ്. അപ്പൊ എന്താണ് ഈ സിഗ്നൽസ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഡാമേജ്, നമുക്കൊരു ട്രോമ വന്നു, നമുക്കൊരു ആക്സിഡന്റ് പറ്റി, നമ്മുടെ കുറെ നെർവ്സ് മുറിഞ്ഞു പോയി, അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരും, അവിടെ ഒരു സിഗ്നൽ ഡിസ്റ്റോർഷൻ വരും. നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ടോക്സിൻസ്, കെമിക്കൽസ് കയറിയാൽ, അൾട്രാവയലറ്റ് പോലെയുള്ള റേഡിയേഷൻസ് കയറിയാൽ, അതും സെല്ലിന്റെ എൻവിയോൺമെന്റിനെ, സാഹചര്യങ്ങളെ ബാധിക്കും, അല്ലെങ്കിൽ സെല്ലിന് കിട്ടുന്ന സിഗ്നൽസിനെ ബാധിക്കും, ഈ പറഞ്ഞിരിക്കുന്ന പ്രോട്ടീൻ പ്രൊഡക്ഷനെ ബാധിക്കും. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ മനസ്സ്, നമ്മുടെ കാഴ്ചപ്പാട്. അത് മാറുന്നതിനനുസരിച്ച് അവിടുന്ന് വരുന്ന ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് കിട്ടുന്ന
സിഗ്നൽസ് മാറും. അതിനനുസരിച്ചും സെല്ല് ഉണ്ടാക്കുന്ന രീതി മാറും, നമുക്ക് അസുഖങ്ങൾ വരും. ഒരു ക്യാൻസറിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പല അസുഖങ്ങൾ എടുക്കുന്നതിൽ ഒരു ക്യാൻസർ സസ്യന്റെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ഇൻഹെറിറ്റഡ് മ്യൂട്ടേഷൻസും സെൽ ഡിവിഷൻ എറേഴ്സും അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങൾ. അത് വളരെ 5% മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള കാര്യം ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ടുബാക്കോ, ആൽക്കഹോൾ, ടോക്സിൻ കെമിക്കൽസ് ആകാം, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആകാം, അതല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, വൈറസ് ഇൻഫെക്ഷൻസ്, പുറത്തുനിന്നുള്ള വൈറസ് ഇൻഫെക്ഷൻസ് ആകാം, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകാം, എക്സസൈസ് ഇല്ലായ്മ, ഭക്ഷണത്തിൽ കെയർ ഇല്ലായ്മ, സ്ട്രെസ്ഡ് ലൈഫ്. ആ സ്ട്രെസ്ഡ് ലൈഫാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. അപ്പൊ സെല്ലുകൾക്ക് 2 രീതികളാണുള്ളത്. ഒന്ന് ഗ്രോത്ത് മോഡ് എന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡ്. നമ്മുടെ ഒരു മിനിറ്റിൽ നമ്മുടെ ശരീരത്തിനകത്ത് 500 ലക്ഷം സെല്ലുകൾ നശിച്ചു പോകുന്നുണ്ട്, വേറൊരു 500 ലക്ഷം സെല്ലുകൾ ഉണ്ടായി വരുന്നുണ്ട്. 500 ലക്ഷം സെല്ലുകൾ നശിച്ചു പോകുന്നുണ്ട്, പുതിയൊരു 500 ലക്ഷം സെല്ലുകൾ ഉണ്ടാവുന്നു. അപ്പൊ ഇതും പെർസെപ്ഷനും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താം? 2 മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സെൽ. ഒന്ന് അത് ഗ്രോത്ത് മോഡിൽ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരുന്നു. മറ്റതൊന്ന് പ്രൊട്ടക്ഷൻ മോഡ്, അതങ്ങനെ സേഫ്റ്റി വലയത്തിലേക്ക് മാറിപ്പോകും. അപ്പൊ ഇത് രണ്ടിലും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ സെല്ലുകൾക്ക് പറ്റില്ല. ഒന്നുകിൽ ഞാൻ പണി ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറിയിരിക്കും. ഇത് രണ്ടും നടക്കണോ പറ്റും. ഒന്നുകിൽ പ്രൊട്ടക്ഷൻ മോഡിൽ ഇരിക്കും, സോ ദാറ്റ് പുറത്തുനിന്ന് വരുന്ന ഈ പറഞ്ഞിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ടോക്സിൻസിന്റെയോ റേഡിയേഷൻസിന്റെയോ അറ്റാക്ക് ഒന്നും ഇല്ലാതെ അവിടെ ഇരുന്നു. അതല്ലെങ്കിൽ ഡെവലപ്മെന്റ് മോഡ്, ഗ്രോത്ത് മോഡിലേക്ക് പോകും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് സാധിക്കില്ല ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മുടെ സ്ട്രെസ് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്, ഈ സെൽ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ പ്രൊഡക്ഷനെ ബാധിക്കുന്നത്? സർ, ഒരു മിനിറ്റ്, ഈ ഫുൾ സ്ക്രീനിലാണോ കാണിക്കുന്നത്? ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? വായിക്കാൻ പറ്റുന്നില്ലേ? വായിക്കാൻ പറ്റുന്നുണ്ട്. ഫുൾ സ്ക്രീനിലാക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. വായിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഫുൾ സ്ക്രീൻ ആണ്. പക്ഷെ ഞാൻ ഇത് രണ്ടും കൂടി എന്റെ ഒരു ഇതിൽ വായിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആ സർ, എന്നാ കുഴപ്പമില്ല. കണ്ടിന്യൂ. പിന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ എല്ലാം. അപ്പൊ വലുതാവുന്നുണ്ടോ? ഇല്ല. ഓക്കെ. യെസ്, ബെറ്റർ. രണ്ടാമത് ഒന്നും കൂടെ കുറച്ച് ബെറ്റർ. അപ്പൊ പ്രശ്നം വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വേറെ ഒരു ലോകത്തേക്ക് ആയിപ്പോ. നിങ്ങൾ ആരും ഞാൻ കാണില്ല. ആണോ? സാറിന് ഞങ്ങൾക്ക് സാറിനെ കാണുന്നില്ല അല്ലേ? എന്നാൽ ഗോ ബാക്ക് ടു നിങ്ങൾ വെറുതെ ഇരുന്ന് റിലാക്സ് ചെയ്യലല്ലേ, എനിക്കല്ലേ കാണാൻ അല്ല. പറ്റും. തിരിച്ചാക്കിക്കോളൂ, കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ. എനിക്ക് സൂസൻ മാർട്ടിനെ കാണാം. ആ മുഖം മതി എനിക്ക്. ഓക്കെ. അപ്പൊ സ്ട്രെസ് വരുമ്പോഴുള്ള കുഴപ്പം എന്ന് വെച്ചാല് നമ്മളെ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താ? പേടി വരിക, ആങ്സൈറ്റി വരിക, നമുക്കൊരു ത്രെട്ട് വരുന്ന സന്ദർഭത്തിൽ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുലി ഓടിക്കാൻ വരിക. ആ പുലി ഓടിക്കാൻ വരുമ്പോ നമുക്ക് വേണ്ടത് ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്. മൂന്നാമതൊരു സാധനം കൂടി ഉണ്ട്, ഫ്രീസ്. അവന്റെ അമ്മയെ പുലി എന്ന് പറഞ്ഞ് ഒറ്റ ഫ്രീസ് ആവും, പിന്നെ പുലിക്ക് സമാധാനമായി. പക്ഷെ അതല്ല നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ഫൈറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്ലൈറ്റിന് വേണ്ടി. ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ പുലിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് പുലിയെ കീഴ്പ്പെടുത്തുക. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമ്മുടെ ആവശ്യം എന്താ? നമുക്ക് നമ്മുടെ കൈകാലുകൾക്ക്, നമ്മുടെ പുറത്തുള്ള അവയവങ്ങൾക്ക് ബലം വേണം, ശക്തി വേണം. അപ്പൊ നമ്മുടെ ശരീരം എന്താ ചെയ്യുക? അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലഡും ഓക്സിജനും വിറ്റാമിൻസും എല്ലാം നമ്മുടെ കൈകാലുകളിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടും. പകരം വിസേറ എന്ന് വെച്ചാൽ ഇന്റേണൽ ഓർഗൻസിലേക്ക് ഉള്ള ബ്ലഡ് ഫ്ലോയും ഓക്സിജൻ ഫ്ലോയും എല്ലാം പതുക്കെ കട്ടാവുമെന്നർത്ഥം, കുറഞ്ഞു പോകും. ഇന്റേണൽ ഓർഗൻ, നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിരുന്നാലും, ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരുന്നാലും, എക്സിറ്ററി സിസ്റ്റം ആയിരുന്നാലും, ലങ്സ്, ഹാർട്ട്, ഇതിലേക്കൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. പകരം അത് നമ്മുടെ കൈയിലേക്കും കാലിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. കാരണം നമുക്ക് ഇപ്പൊ വേണ്ടത് അതാണ്. കുറച്ചു നേരത്തേക്ക് എന്റെ കിഡ്നി വർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓടിയില്ലെങ്കിൽ മൊത്തം തീരും, പുലി പിടിച്ച് തിന്നും. അപ്പൊ നമുക്ക് വേണ്ടത് രക്ഷപ്പെടലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബോഡി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ സ്ട്രെസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് ഈ പറഞ്ഞിരിക്കുന്ന സാധനം കിട്ടാതെ വരുമ്പോൾ അതിന്റെ ഡെവലപ്മെന്റ്, ഗ്രോത്ത്, നറിഷ്മെന്റും മെയിൻ്റനൻസും ഒക്കെ നടക്കില്ല എന്നർത്ഥം.
അപ്പൊ ഇതിന്റെ കോൺസിക്വൻസ് എന്താ? നമ്മൾ സ്ട്രെസ്സിലായാൽ നമ്മളെ ഇന്റേണൽ ഓർഗൻസ് പതുക്കെ പതുക്കെ വീക്കായി തുടങ്ങുന്നു എന്നർത്ഥം. ഇനി വേറൊരു കാര്യം, നമുക്കൊരു പുറത്തൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ഉണ്ട്, അകത്തൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ഉണ്ട്. പുറത്തുനിന്ന് വരുന്ന ത്രെറ്റാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്നെ പുലി ഓടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ത്രെട്ട് വരുന്നു, എന്നെ ഒരു ഉപദ്രവിക്കാൻ ഒരാൾ വരുന്നു, അത് പുറത്തുനിന്നുള്ള ഒരു ത്രെട്ടാണ്. അങ്ങനെ പുറത്തുനിന്നുള്ള ത്രെട്ട് വരുമ്പോൾ എന്റെ അഡ്രിനാൽ സിസ്റ്റമാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ മാതിരി എന്റെ അവയവങ്ങളിലേക്ക്, കൈകളിലേക്ക്, കാലുകളിലേക്കൊക്കെ രക്തം വരികയും എനർജി വരികയും ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി എന്റെ അകത്തൊരു ത്രെട്ട് ഉണ്ടെങ്കിൽ, മീൻസ് ഒരു ഇന്റേണൽ വൈറസ് വന്നു, ഒരു ബാക്ടീരിയ വന്നു, അകത്തൊരു പ്രശ്നം വന്നാൽ എന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം, പുറത്തുനിന്നൊരു ത്രെട്ട് വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ എനർജി മൊത്തം ഈ പറഞ്ഞിരിക്കുന്ന അഡ്രിനാലിലേക്ക് പോവുകയും ഇന്റേണൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്ക് ആകുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞാൻ മോർ പ്രോൺ ടു ഡിസീസസ്, എനിക്ക് അസുഖം വരാനുള്ള ചാൻസ് കൂടുന്നു. കാരണം എൻ്റെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആവുന്നു, എൻ്റെ അകത്തുള്ള ബാക്ടീരിയകൾക്ക് ഒക്കെ ഈസിലി അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നർത്ഥം. നമ്മൾ അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണിത്. മേ ബി തെറ്റുണ്ടെങ്കിൽ അവസാനം ഡോക്ടർ ഗിരിജ തിരുത്തും. അവയവങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഡെലിബറേറ്റ്ലി സ്ട്രെസ് ഹോർമോൺസ് ഇൻജെക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡൗൺ ആക്കണം, ഡെലിബറേറ്റ്ലി ഡൗൺ ആക്കണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡൗൺ ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അവയവം നമ്മുടെ ശരീരത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെസ് ഹോർമോൺസ് നമ്മൾ കൊടുക്കുന്ന പറയുന്നത്. ദാറ്റ് മീൻസ് സ്ട്രെസ് വരുമ്പോൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡൗൺ ആവുമ്പോൾ നമുക്ക് അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടും എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡൗൺ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അതിനൊക്കെ ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ എപ്പോ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡൗൺ ആവുന്നു, ഈ പറഞ്ഞിരിക്കുന്ന അകത്തുള്ള അൺവാണ്ടഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ത്രെട്ടനിങ് ഓർഗാനിസം, ബാക്ടീരിയ എല്ലാം വളരെ വലുതാകുന്നു. അവര് നമ്മുടെ അസുഖങ്ങൾ വരുന്നു. ഇനി ഇത് എങ്ങനെ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു? നമുക്ക് 3 ഭാഗങ്ങളാണുള്ളത് തലച്ചോറിൽ. 1 ഹിൻഡ് ബ്രെയിൻ, 2 ഇമോഷണൽ ബ്രെയിൻ, 3 ലോജിക്കൽ ബ്രെയിൻ. ഈ ഹിൻഡ് ബ്രെയിനിന്റെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ പരിപാടികൾ, കൈകാലുകൾക്ക്, ബോഡി മൂവ്മെന്റ്, അതിനുവേണ്ട സപ്ലൈ, ബ്രീത്തിങ് റേറ്റ്, ഹാർട്ട് റേറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഹിൻഡ് ബ്രെയിൻ. അപ്പൊ നമുക്കൊരു ത്രെട്ട് വരുമ്പോൾ നമ്മുടെ വർക്ക് ചെയ്യേണ്ട ഭാഗം നമ്മുടെ ശരീരമാണ്. എന്നാൽ ആ ത്രെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. വേണ്ടത് ബുദ്ധിയല്ല, വേണ്ടത് ശരീരത്തിന്റെ ശക്തിയാണ്. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ ബ്ലഡ് മൊത്തം പോകുന്നത് എങ്ങോട്ടായിരിക്കും? നമ്മുടെ ഹിൻഡ് ബ്രെയിനിലേക്കായിരിക്കും, ലോജിക്കൽ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സിസ്റ്റത്തിലേക്ക് ബ്ലഡ് ഇല്ല. എന്ന് വെച്ചാൽ എപ്പോൾ നമ്മൾ സ്ട്രെസ്സിലാകുന്നു അപ്പോൾ നമ്മുടെ ബുദ്ധി നശിക്കും, അല്ലെങ്കിൽ ബുദ്ധി കുറയുമെന്നർത്ഥം. അപ്പൊ കുട്ടികൾ പരീക്ഷ എഴുതാൻ കയറുമ്പോൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്കൊന്നും ഓർത്തെടുത്ത് എഴുതാൻ പറ്റില്ല. കാരണം ഒന്നേ ഉള്ളൂ, അവരുടെ ലോജിക് ബ്രെയിനിലേക്ക് സപ്ലൈ കിട്ടുന്നില്ല, അത് വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോ പറഞ്ഞു വന്നത്, നമ്മൾ സ്ട്രെസ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് വീക്ക് ആവുന്നു, അതിലേക്ക് ബ്ലഡ് ഫ്ലോ വരുന്നില്ല. 2, നമ്മുടെ ഇന്റേണൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്ക് ആവുന്നു, അതിന് എനർജി കിട്ടുന്നില്ല. 3, നമ്മുടെ കോഗ്നിറ്റീവ്, നമ്മുടെ ബ്രെയിൻ, ലോജിക്കൽ ബ്രെയിൻ, ചിന്തിക്കാനുള്ള കഴിവ് കുറയുന്നു. ഇതാണ് ആ 3 ബ്രെയിനിന്റെ കാര്യങ്ങൾ പറഞ്ഞത് കുട്ടികളെ. അപ്പൊ ഇനി ഇതൊക്കെ ദൈവം തന്നെ തന്നതല്ലേ, ഇതെന്താ ഇങ്ങനെ ആയിപ്പോയത്? എല്ലായിടത്തും ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ദ ബെസ്റ്റ് ഫോമിലാണ്. അപ്പൊ അത് തെറ്റാണോ? മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വല്ലപ്പോഴും ഒരു പുലി വരും, വല്ലപ്പോഴും ഒരു ആന ഓടിക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് നേരം പുലി ഓടിച്ച് കഴിയുമ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പൊ ഒരു ഷോർട്ട് ടൈം, കുറച്ചു നേരത്തേക്ക് നമ്മുടെ കൈകാലുകളിലേക്ക് ബ്ലഡ് കൊടുത്തു, ഇന്റേണൽ ഓർഗൻസിലേക്ക് ബ്ലഡ് സപ്ലൈയും എനർജി ഇല്ല. കുറച്ചു നേരത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബ്ലോക്ക് ചെയ്തു, കുറച്ചു നേരത്തേക്ക് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ബ്ലോക്ക് ചെയ്തു, അവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് മോഡേൺ സ്ട്രെസ് എന്ന് വെച്ചാൽ മൊത്തം പ്രശ്നമാണ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ മുതൽ പ്രശ്നം,
വീട്ടിൽ വന്നാൽ വീട്ടിലാണെങ്കിൽ ഭാര്യയെ കാണുമ്പോഴുള്ള സ്ട്രെസ്, ഓഫീസിൽ ചെന്നാൽ ബോസിനെ കാണുമ്പോഴുള്ള സ്ട്രെസ്, പിന്നെ റോട്ടിലാണെങ്കിൽ അവിടെ ട്രാഫിക് കൂടിയതിന്റെ സ്ട്രെസ്, കടയിൽ പോയാലോ വില കൂടിയതിന്റെ സ്ട്രെസ്, അവസാനം രാത്രി വീട്ടിൽ ഒന്ന് കിടക്കാൻ തന്നെ ഭാര്യയുടെ വക നാളെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നുള്ള സ്ട്രെസ്. അപ്പൊ 24 മണിക്കൂർ നമ്മൾ സ്ട്രെസ്സിലാണ് ഇന്നത്തെ ഈ ലോകത്ത്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതി. ഇന്നൊരു 4ലും 5ലും പഠിക്കുന്ന കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിൽ കയറി ഇരുന്നാൽ കാണുന്നതിന് താടിക്ക് കൈയും കൊടുത്ത് മുകളിലേക്ക് നോക്കി ഇരിപ്പുണ്ടാവും. അടിച്ചു പൊളിച്ച് കളിച്ചിരിക്കേണ്ട കുട്ടികളാ. ഇവരെന്താ ഇത്ര ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതലേ സ്ട്രെസ്സിലാണ്, അവന്റെ അസൈൻമെന്റുകളൊക്കെ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ ഫുൾ ടൈം സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മുടെ ഫുൾ ടൈം നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾ ഉണ്ടാക്കപ്പെടുന്നു. ഓടാൻ വേണ്ടി, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, എനർജിക്ക് വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ആ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നു, അത് പ്രശ്നമുണ്ടാക്കുന്നു, അത് നമ്മുടെ എൻവയോൺമെന്റിന് പ്രശ്നമുണ്ടാക്കുന്നു. എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു പുലി ഒരു മാൻകുട്ടിയെ ഓടിക്കുമ്പോൾ അത് ഓടും. ഇതേ പ്രോസസ്സ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൈകാലുകൾക്കൊക്കെയാണ് മാക്സിമം എനർജി കിട്ടുന്നു, അത് ഓടുന്നു. ആ പുലി പോയി കഴിഞ്ഞു, അതിനെ ചേസ് ചെയ്ത് വിട്ട് കളഞ്ഞു എന്നും ആ മാനിന്, ഡിയറിന് മനസ്സിലായാലും പിന്നെയും ഒരു 3-4 മിനിറ്റോളം അത് ഓടുമെന്നാ പറയാം. എന്നുവെച്ചാൽ ത്രെട്ട് കഴിഞ്ഞു, പുലി പോയി, അത് കഴിഞ്ഞാലും ഈ മാൻ കുറെ ഓടിയിട്ടേ ആ ഓട്ടം നിർത്തത്തുള്ളൂ. അത് ദൈവം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അതിന്. കാരണം ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഈ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് ദോഷകരമാണ് ശരീരത്തിന്. അപ്പൊ ആ ജനറേറ്റ് ചെയ്യപ്പെട്ട, ഉണ്ടാക്കപ്പെട്ട കോർട്ടിസോൾ തീരണം. അതുവരെ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന ഡിയർ അല്ലെങ്കിൽ മാൻ ഓടും. അതുകൊണ്ട് മാനിന് അസുഖങ്ങളൊന്നുമില്ല. നമുക്ക് സ്ട്രെസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരം അനങ്ങുകയോ ഓടുകയോ ഫൈറ്റിങ്ങോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈ കോർട്ടിസോൾ ഉപയോഗിക്കാതെ ശരീരത്തിൽ കെട്ടിക്കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഏതാണ്ടൊക്കെ മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. എങ്ങനെയാണ് സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ, അത് എത്ര ചെറുതായിരുന്നാലും, നമുക്ക് ഒരാളെ ഇഷ്ടമല്ല, അതൊരു സ്ട്രെസ്സാണ്. എനിക്ക് എന്റെ ജോലി ഇഷ്ടമല്ല. ഇന്ന് ഇന്ത്യയിലെ സർവേ അനുസരിച്ച് 85% ആളുകൾക്ക് അവർ ചെയ്യുന്ന ജോലി ഇഷ്ടമല്ല. പല ഓഫീസുകളിലും കാണുമ്പോൾ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതൊക്കെ. അതവർക്ക് സ്ട്രെസ്സാണ്. കാരണം 8 മണിക്കൂർ ഒരു ഓഫീസിൽ ഇഷ്ടമില്ലാത്തടത്ത് ഇരിക്കാന്ന് വെച്ചാൽ അത് സ്ട്രെസ്ഫുൾ അല്ലേ. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ ഇഷ്ടമല്ല. ഞാൻ ആദ്യം പറഞ്ഞ എക്സസൈസ് അതിന്റെ ഒരു ഭാഗമാണ്. എന്നെ തന്നെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എവിടെ ചെന്ന് നിൽക്കും നമ്മുടെ സ്ട്രെസ്? ഇനി നമ്മൾ കുട്ടിയിലേക്ക് പോയാൽ, ഇതും ആ ബുക്കിൽ പറയുന്ന ഒരു 3ാമത്തെ ഒരു പോയിന്റ് ആണ്. ഒരു അമ്മ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ ആ അമ്മ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഇതേ പ്രശ്നം തന്നെയാണ്. അമ്മയിൽ നിന്നാണ്, അമ്മയുടെ ബ്ലഡിൽ നിന്നാണ് പ്ലസന്റ വഴി കുട്ടിക്ക് വേണ്ട വിറ്റാമിൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്തുന്നത്, ഓക്സിജൻ എത്തുന്നത്. അപ്പൊ അമ്മ സ്ട്രെസ്ഫുൾ ആയാൽ ഇതേ സെയിം പ്രോസസ് ഇന്റേണൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നിൽക്കും, കുട്ടിക്കുള്ള ബ്ലഡ് ഫ്ലോ നിൽക്കും, കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ, ബുദ്ധിപരമായ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഇത് ബാധിക്കും. ഇനി ഈ കുട്ടി പുറത്തു വന്നു കഴിഞ്ഞാലോ? ചെറിയ കുട്ടികളുടെ ലോജിക്കൽ ബ്രെയിൻ ഓഫാണ്. നമ്മളൊരു ആളെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ ലോജിക്കൽ ബ്രെയിനെ ഓഫ് ആക്കിയിട്ട് നേരിട്ട് നമ്മൾ കമാൻഡ്സ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കൊടുക്കുന്ന കമാൻഡ് നേരിട്ട് അവൻ ഏറ്റെടുത്തോളൂ. എന്ന് പറഞ്ഞ മാതിരി ഒരു കുട്ടി ജനിക്കുന്ന സമയത്തൊക്കെ അവന്റെ ബ്രെയിൻ വേവ് എന്ന് പറയുന്നത് ഡെൽറ്റ വേവിലാണ്, ഏറ്റവും ലോ ഫ്രീക്വൻസിയിലാണ്, 4 ഹെർട്സ് ഒക്കെയാണ് പറയാം. ആ സമയത്ത് ആ കുട്ടി കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ലോജിക്കുമില്ല, ആ കുട്ടി ചിന്തിക്കാനുള്ള കഴിവില്ല. ആ കുട്ടി കാണുന്നതും കേൾക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും എല്ലാം ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നേരിട്ട് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളോടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെറുതെ പറഞ്ഞു കൊടുക്കുന്നത്. നീ മഴയത്തിറങ്ങരുത്, പനി വരും. നീ ചെളിയിൽ പോകരുത്, ചൊറി വരും. നീ പല്ല് തേക്കണം, കീടാണു വരും. അപ്പൊ
പിന്നെ അവനൊരു അസുഖം വന്നു എന്ന് വിചാരിക്കും, അവനൊരു പനി വന്നു എന്ന് വിചാരിക്കും. വീട്ടിൽ വരുന്ന ആളുകളോടൊക്കെ പറയും, ഇവന് എന്നും പനിയാ ചേച്ചി, ഇവന് എന്നും പനിയാ അമ്മേ. ഇത് ആ കുട്ടി കേൾക്കുകയാണ്. ആ കുട്ടി അതിന്റെ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാതെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കിട്ടിയിട്ടുള്ള 7 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വയസ്സ് വരെ ഈ കുട്ടി ആൾമോസ്റ്റ് ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണുള്ളത്. എന്ന് വെച്ചാൽ വാസ്തവം ഏത്, വാസ്തവമായ ഏതല്ല എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. ആ കുട്ടി കേൾക്കുന്നതെല്ലാം, ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. അത് വച്ചിട്ടാണ് പിന്നെ അവൻ വളർന്നു വരുന്നത്. അതിൽപ്പെട്ടതാണ് ഈ ലോകം ശരിയല്ല എന്നുള്ള തോന്നൽ, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള തോന്നൽ, ഞാൻ കഴിവുകെട്ടവനാണ് എന്നുള്ള തോന്നൽ. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വിജയിക്കണമെന്നും, നല്ല ജോലി വാങ്ങണമെന്നും, നല്ല വിദ്യാഭ്യാസം മേടിക്കണമെന്നും, നല്ല പൈസ വാങ്ങണമെന്നും ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ആഗ്രഹങ്ങളാണ്. പക്ഷെ എപ്പോഴൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു പോയ വാക്കുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. ഒരു കുട്ടി, ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനോട് ഒരു കാറ് കാണുമ്പോൾ പറയുകയാണ്, അച്ഛാ നമുക്കൊരു കാറ് മേടിക്കണം. ഉടനെ അച്ഛന്റെ ഡയലോഗ് എന്തായിരിക്കും? പിന്നെ നീ ആര്, കൊച്ചി രാജാവിന്റെ കൊച്ചുമോൻ, കാറ് മേടിക്കാൻ? ആ കുട്ടിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? ആ കുട്ടി എന്താ ആ കുട്ടിക്ക് യാതൊരു ലോജിക്കും ഇല്ല. ആ കുട്ടിയുടെ മനസ്സിലേക്ക് എഴുതപ്പെടുന്നത്, ഞാൻ ഇങ്ങനെ എന്നും ഇതേപോലെ സൈക്കിൾ ചവിട്ടി അല്ലെങ്കിൽ നടന്നു പോകേണ്ട അവനാണ് ഞാൻ, ഒരു കാറ് മേടിക്കാനുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പൊ നാളെ അവൻ ഒരു ജോലി ചെയ്ത് സമ്പാദിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാലും അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്നർത്ഥം. അങ്ങനെ ഈ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ, ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ ജയിക്കുന്നത് എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. കാരണം 95% നമ്മുടെ പ്രവൃത്തികൾ കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ടാണല്ലോ കാലത്ത് ഞാൻ ഓടാൻ പോകുമെന്ന് നമ്മളൊക്കെ വിചാരിച്ച് കിടന്നുറങ്ങും. നേരം വെളുത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അലാം ഓഫ് ചെയ്ത് അവിടെ കിടക്കുകയും ചെയ്യും. കാലത്ത് അലാം ഓഫ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. രാത്രി ഞാൻ പോകുമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. എന്റെ മോള് ഇപ്പൊ ഇവിടെ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ 1-ാം തീയതി പോയി വന്നപ്പോ മോള് പറഞ്ഞു, ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു ജിമ്മിൽ. ഞാൻ ചോദിച്ചു, അതെന്തേ? ഇന്ന് 1-ാം തീയതി അല്ലേ, എല്ലാ 1-ാം തീയതികളിലും അങ്ങനെയാണ്. ആദ്യത്തെ ഒരാഴ്ച കുറെ ആൾക്കാർ വരും, 3000 രൂപയാണ് ഫീസ്, 3000 കൊടുക്കും. ആ ഒരാഴ്ച കഴിയുമ്പോൾ അവരങ്ങ്. സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ശീലങ്ങൾ അവിടെ കിടക്കുന്നത്. ഈ കേട്ട കാര്യങ്ങളല്ല, മോട്ടിവേഷൻ വരേണ്ടത് നമ്മുടെ അകത്തു നിന്നാണ്. ആ മോട്ടിവേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സാധനമാണ്. ആ മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകൂ. ആ മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ ഞാൻ ഡയറ്റ് പാലിക്കൂ. ആ മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിക്കൂ. ഈ മോട്ടിവേഷൻ വരേണ്ടത് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അല്ലാതെ ഒരാൾ വന്ന് നിന്ന് മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്തിട്ടൊന്നും ആരും നന്നാവാൻ പോയിട്ടില്ല, നന്നാവത്തുമില്ല. കാരണം എല്ലായിടത്തും ഉള്ള പ്രശ്നം ഇതാണ്. ഇതാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ അറിയാതെയും അറിഞ്ഞും കൊടുത്തിട്ടുള്ള മെസ്സേജ്, ഒരു 2 വയസ്സ് വരെ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ മിക്കവാറും 2 വയസ്സ് വരെ നമ്മുടെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. അവൻ വീണ നമ്മൾ പറയും, മോനെ ആ എഴുന്നേക്ക്. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു LKG UKG പ്ലേ സ്കൂളിലോ കൊണ്ടുപോയി ആക്കിയ പിന്നെ അന്ന് മുതൽ കമ്പാരിസനാ. കുട്ടിയെ വിളിക്കാൻ ചെല്ലുമ്പോ, ഓ ഇവൻ പോരാ, ഇവൻ പാട്ട് പാടില്ല, ഇവൻ ചാടില്ല കേട്ടോ, ഇവൻ നടക്കൂല്ല കേട്ടോ. ഇതുപോലുള്ള കംപ്ലൈന്റുകൾ അല്ലാതെ അവിടെയുള്ള ടീച്ചർമാരും പറയാറില്ല, ആയമാരും പറയാറില്ല. ഇതൊക്കെ ഈ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്നെ കൊണ്ട് കൊള്ളൂല്ല, എന്നെ കൊണ്ട് കൊള്ളൂല്ല, എന്നെ കൊണ്ട് കൊള്ളൂല്ല, പാടാൻ അറിയില്ല, നടക്കാൻ അറിയില്ല, ചാടാൻ അറിയില്ല, പൊക്കമില്ല, കറുത്തതാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അറിയാതെ നമ്മളെ അടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കാര്യം. ഇതിന്നൊക്കെ രക്ഷപ്പെടണ്ടേ? എങ്ങനെ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡില് നാട്ടുകാരായിട്ട് ചെയ്തു വെച്ച ഈ പ്രോഗ്രാമിംഗ് മാറ്റിയെടുക്കാം? സമയം തീരാറായി, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അവിടെയാണ് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ബിലീഫുകളെ, പ്രത്യേകിച്ച് നമ്മളെ കുറിച്ചുള്ള വിശ്വാസങ്ങളെ കണ്ണാടിയിൽ നോക്കിയിട്ട്, പറ്റുമെങ്കിൽ ഒന്നുമില്ലാതെ കണ്ണാടിയിൽ നോക്കിയിട്ട് എത്ര പേർക്ക് പറയാൻ പറ്റും, ഐ ലവ് യു, ഐ ലവ് മൈ ഹെയർ, ഐ ലവ് മൈ ഹെഡ്, ഐ ലവ് മൈ നോസ്, ഐ ലവ് മൈ ഇയർ, ഐ ലവ് മൈ ചീക്ക്, ഐ ലവ് മൈ. ഇങ്ങനെ പറയാൻ എത്ര പേർക്ക് കഴിയും ആത്മാർത്ഥമായിട്ട്?
ഇത് പറയാൻ പറ്റുന്നില്ല എന്ന അർത്ഥം നമ്മുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം കിടന്ന് റൺ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ളത്. നമ്മുടെ അകത്ത് കിടന്ന് റൺ ചെയ്യുന്ന ഈ പ്രോഗ്രാം നമ്മുടെ ഓരോ സെല്ലുകളും കേൾക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് എന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകളെ ഇഷ്ടമല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു സെല്ല്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ 50 ട്രില്യൺ സെല്ലുകളുടെ യൂണിറ്റിയാണ്. അപ്പൊ എനിക്ക് എന്റെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ഗിരിജ ടീച്ചറെ, ഗിരിജ ഡോക്ടറെ ഇഷ്ടമല്ലെങ്കിൽ ഒരു സെല്ല് മറ്റേ സെല്ലിനെ ഇഷ്ടപ്പെടാതിരിക്കും. പ്ലെസിബോ ആൻഡ് നൊസിബോ എഫക്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഡോക്ടർമാരൊക്കെ ഒരുപാട് ഇതിനകത്ത് എക്സ്പെരിമെന്റേഷൻ നടന്നിട്ടുള്ളതാണ്. അസുഖമായിട്ട് വരുന്ന ഒരാളെ ഒരു പഞ്ചസാര ഗുളിക കൊടുത്തിട്ട്, ഈ പഞ്ചസാര ഗുളിക കഴിഞ്ഞ 15 വർഷത്തെ റിസർച്ചിന്റെ ഔട്ട്കമാണ്, ഇത് കഴിച്ചാൽ 1 മണിക്കൂറിനകം നിങ്ങളുടെ അസുഖം മാറിക്കോളുമെന്ന് പ്രശസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞ് ഇതങ്ങ് കൊടുത്താൽ അവന്റെ അസുഖം മാറും. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ തലച്ചോറ് ഒരു ഭയങ്കര മരുന്നുകളുടെ കലവറയാണ്. ആ അസുഖം ഭേദപ്പെടുത്താനുള്ള മരുന്നുകൾ അവിടെ ഉണ്ടാക്കിക്കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ നൊസീബോ എഫക്ട്. പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞാൽ പോസിറ്റീവ് എഫക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമെങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ നെഗറ്റീവ് എഫക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. എനിക്ക് വയ്യ, എന്തിനാ എനിക്ക് വയ്യ എന്ന് പറയുന്നത്? എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ 50 ട്രില്യൺ സെല്ലും അത് കേൾക്കുകയാണ്, അത് കട്ട് ഓഫ് ആവും. ഇനി എന്തിനാ ഞാൻ വയ്യ എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ ഇതുപോലെയുള്ള നെഗറ്റീവ് ബിലീഫ് നമ്മളെ ബുദ്ധിമുട്ടാകും. അപ്പൊ ഇനി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ എങ്ങനെ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്തെടുക്കാം? ബയോളജി ഓഫ് ബിലീഫിൽ പറയുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് മൈൻഡ്ഫുൾനെസ്. നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്, എപ്പോഴേ സ്ട്രെസ് വരിക, ഇപ്പൊ ഞാൻ ഇവിടെ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ മുന്നിലുള്ള ഓഡിയൻസിനെ നോക്കി മാത്രം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് എനിക്കൊരു പ്രശ്നമില്ല. പകരം ഞാൻ ഇത് കഴിഞ്ഞാൽ അയ്യോ ഇവരൊക്കെ എന്നെ കുറിച്ച്, എന്റെ ക്ലാസ്സിനെ കുറിച്ച് മോശം പറയോ, ഇത് എന്താണ് എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ആങ്സൈറ്റി ആയി. ഇന്നലെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കംപ്ലൈന്റ് പറഞ്ഞു എന്ന് ഓർക്കുമ്പോൾ അവിടെ സ്ട്രെസ്സായി. അപ്പൊ ഇതുപോലെ പ്രസൻസിൽ ഞാൻ ജീവിച്ചാൽ അവിടെ ഒരു പ്രശ്നമില്ല. അതാണ് മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ എന്ന് പറയാം. ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മള് മുറ്റത്ത് ഇറങ്ങിയിട്ട് ഒരു നേരെ നടക്കുക, ഒരു സ്റ്റെപ്പ് വെച്ച് അതിന്റെ മേലെ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ട് കൃത്യമായിട്ട് കാലെടുത്ത് വെച്ച് നടക്കുക. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ വേറെ എങ്ങും പോയില്ല. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ അവിടെ അമ്പലത്തിലൊക്കെ പോയാൽ കാണാം, അവിടെ അടിപ്രദക്ഷിണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അടിപ്രദക്ഷിണം അതിങ്ങനെയാ, കൃത്യമായിട്ട് ഒരു കാലിന്റെ മുന്നിൽ മറ്റേ കാലെടുത്ത് വെച്ച് ശ്രദ്ധാപൂർവം അവർ നടക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പൊ ഈ ടെൻഷൻ കുറയും, സ്ട്രെസ് കുറയും. 2, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബാഡ് വാല്യൂസ് എഴുതപ്പെട്ടത്, അതൊരു ഹിപ്നോസിസിലായിരുന്നു നമ്മൾ. അതുപോലെ തന്നെ ഒരു ഹിപ്നോസിസിലൂടെ നമുക്ക് പ്രോഗ്രാമിംഗ് മാറ്റിയെടുക്കാം. എഴുതിയ മാതിരി അത്ര എളുപ്പമല്ല റീറൈറ്റ് ചെയ്യുന്നത്. മായ്ച്ചിട്ട് പുതിയത് എഴുതുന്നത്, ഒറിജിനൽ കുട്ടിയെ പ്രോഗ്രാം ചെയ്യുന്നത് മാതിരി അത്ര എളുപ്പമല്ല ഇത് റീറൈറ്റ് ചെയ്യുന്നത് എന്ന് മാത്രം. 3ാമത് എനർജി സൈക്കോളജി. ഒരുപാട് കാര്യങ്ങളുണ്ട്. EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, തോട്ട് ഫ്രീഡം ടെക്നിക്, EMDR, ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ, സൈക്ക്, ഇങ്ങനെയൊക്കെയുള്ള പല മെത്തേഡുകളും പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫിന്, ഇതുപോലെയുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ, അല്ല ഞാൻ കറുത്തതാണ് എന്നുള്ളൊരു വിശ്വാസം എന്റെ മനസ്സിലേക്ക് വന്നാൽ, നമ്മൾ എത്ര അബ്ദുൽ കലാമിനെ നോക്ക്, അബ്ദുൽ കലാമിന്റെ കളർ എന്തോ, അയാൾ എവിടം വരെ എത്തി എന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവൻ 5 മിനിറ്റ് നേരം തലകുലുക്കി കേൾക്കും. തിരിച്ച് അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും അവന്റെ പഴയ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിലേക്ക് പോയി, അയ്യോ ഞാൻ കറുത്തതാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള പ്രോഗ്രാമിലേക്ക് പോകും. അപ്പൊ അത് മാറ്റണമെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് മാറ്റിയെടുക്കണം. ഇത് കുറെ പ്ലെസിബോയുടെ എഫക്റ്റുകളാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിർത്താം. ഇത് ഇതാണ് ഏറ്റവും എന്താ പറയാ, ഒരു സർജറി. ഇത് നമ്മൾ ശരിക്കും അറിയേണ്ടതാണ്. ഒരു സർജറിയാണ്, 18 പേഷ്യൻസിൽ നടത്തിയ ഒരു സർജറിയാണ്. പകുതി പേരെ ശരിക്കും ഓപ്പറേറ്റ് ചെയ്തു. അവർക്ക് ഹാർട്ടിന്റെ പ്രശ്നമാണ്, ഇപ്പൊ സർക്കുലേഷൻ കൂടാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷന്റെ പേരാണ് ഇന്റേണൽ മാമറി ആർട്ടറി ലിഗേഷൻ എന്ന് പറയുന്നത്. 18 പേർക്ക് ഈ അസുഖമുണ്ട്. ഇവരുടെ എല്ലാം ഓൾമോസ്റ്റ് യൂണിഫോം ഹിസ്റ്ററിയാണ്. അവരുടെ അസുഖത്തിന്റെ രീതി എല്ലാം 18 പേർക്കും ഓൾമോസ്റ്റ് സെയിം ആണ്.
ഈ 18 പേരിൽ 9 പേരെ ശരിക്കും ഓപ്പറേറ്റ് ചെയ്തു, അത് ബൈപ്പാസ് ചെയ്ത് കൊടുത്തു വിട്ടു. ബാക്കി 9 പേരെ ജസ്റ്റ് തൊലി മുറിച്ചു, അതേമാതിരി തുന്നിക്കെട്ടി വിട്ടു. അതിന്റെ റിസൾട്ട് നോക്ക്, ആൾമോസ്റ്റ് ഐഡന്റിക്കൽ ആയിരുന്നു ഇംപ്രൂവ്മെന്റ്. എന്ന് വെച്ചാൽ ശരിക്കും ഓപ്പറേഷൻ ചെയ്ത 9 പേർക്ക്, വെറുതെ തൊലി മുറിച്ച് കെട്ടിവിട്ട 9 പേർക്ക് അത് കഴിഞ്ഞിട്ടുള്ള എഫക്റ്റ് ആൾമോസ്റ്റ് സെയിം ആയിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ അസുഖം മാറ്റിയത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ അല്ല, അസുഖം മാറ്റിയത് ഇത് മാറാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ് എന്റെ ശരീരത്തിൽ നടന്നു എന്നുള്ള ചിന്തയാണ്. അതിന്റെ പബ്ലിഷ്ഡ് അമേരിക്കൻ ജേണൽ ഓഫ് കാർഡിയോളജി പബ്ലിഷ് ചെയ്തൊരു പേപ്പറിൽ നിന്നാണ് ഞാൻ പറയുന്നത്, വാസ്തവമായിരിക്കണമല്ലോ. ഇതേപോലെ ഒരുപാടുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോ ഇതാണ് പാഠം. നമ്മൾ കുറെ പൈസ കൊടുത്ത് 3 ലക്ഷം രൂപ കൊടുത്ത് 3 കോടി രൂപ കൊടുത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വലിയ ആസ്പത്രിയിൽ പോയി ഒരുപാട് പൈസ ചെലവാക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല. അത് ഒരു രീതിയിലും നമ്മുടെ ആ ഹെൽത്തിനെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷെ വേണ്ടത് നേരായ രീതിയിലുള്ള പോസിറ്റീവ് ചിന്താഗതികളാണ്. അതിലേക്ക് ഓടി വരാൻ നമ്മളൊരു കാര്യം കൂടി ആലോചിക്കണം. നമുക്ക് അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശരീരമാദ്യം ഗലു ധർമ്മസാധനം എന്നാണ് കാളിദാസൻ പറഞ്ഞിട്ടുള്ളത്. ആയുർവേദ ഡോക്ടർമാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് ശരീരം വേണം, ഇതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ, നമ്മളായിട്ട് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് നമുക്കൊരു അസുഖം വന്നാൽ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ICUയിൽ സുഖമായിട്ട് കിടന്നുറങ്ങായിരിക്കും, പക്ഷെ അതിന്റെ പുറത്ത് കുറച്ചു പേര് ഇരിപ്പുണ്ട്. അവരവിടെ ഇരിക്കുന്നത് നമ്മോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ഓർത്തെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ മക്കളായിരുന്നാലും ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും നമുക്കൊരു അസുഖം വരുമ്പോൾ, അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും നമുക്കൊരു അസുഖം വരുമ്പോൾ അവര് വിഷമിക്കുന്നു. എന്തിനാ വിഷമിക്കുന്നത്? അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് മാത്രം. അപ്പൊ നമ്മൾ ആ ഇഷ്ടത്തിനെ മാനിക്കണ്ടേ? അതിനെങ്കിലും മാനിക്കണ്ടേ? നമുക്ക് നമ്മോട് ഇഷ്ടമില്ല, ബാക്കിയുള്ളവർക്ക് നമ്മളോടുള്ള ഇഷ്ടത്തെങ്കിലും മാനിക്കണ്ടേ? അപ്പൊ ബി ഹെൽത്തി. അപ്പൊ ഇത് ഹെൽത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇത് ബാധകമാണ്. നമ്മുടെ ജോലിയിൽ പോസിറ്റീവ് വിശ്വാസം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. നമ്മുടെ ബന്ധങ്ങളിൽ, അതുപോലെ ജീവിതത്തിന്റെ എല്ലാ ഫേസിലും ഇത് ബാധകം. ഇനി നമുക്ക് പെട്ടെന്ന് ഓടിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം ഇങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ? ഒന്ന് പേനയും പേപ്പറും ഉള്ളവരൊന്ന് എഴുതിക്കോളൂ. 15 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ 15 കാര്യങ്ങളിൽ എത്ര മാർക്ക് അവസാനം നിങ്ങൾക്ക് കിട്ടും, എത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കും. 15ൽ എത്ര ഞാൻ ചെയ്യുന്നുണ്ട്? എനിക്കൊരു 10-12 മാർക്ക് കിട്ടും. ഞാൻ ആദ്യം വന്ന് മാർക്ക് ഇട്ട് നോക്കിയത്. ഒന്ന്, ലവ്. ആദ്യം സ്വന്തം സ്നേഹിക്കുക. യേശുക്രിസ്തു പറഞ്ഞത് അതാണല്ലോ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ സ്നേഹിക്കാനാണ് ആദ്യം പറഞ്ഞത്. നിന്നെ ആദ്യം സ്നേഹിക്കുക, പിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. നമുക്കൊരാളോട് വെറുപ്പ് തോന്നിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ടാക്കപ്പെടുന്നുണ്ട്, നെഗറ്റീവ് ഹോർമോൺസ്. 2, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഈ പറഞ്ഞ വിശ്വാസങ്ങൾ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ കുഴപ്പമില്ല, ആൾക്കാർക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്കൊന്നിനും കഴിവില്ല, അങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം എടുത്തു കളയാം. 2 കാലും കൈയും ഇല്ലാത്ത ആളുകൾ എവറസ്റ്റ് കൊടുമുടി കയറിയിട്ടുണ്ട്. അത് മനസ്സിന്റെ ശക്തി മാത്രമാണ്. ഒരു ഗതിയുമില്ലാത്ത ആളുകൾ വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്, മനസ്സിന്റെ ശക്തി മാത്രമാണ്. അപ്പൊ നമ്മളിതിനെ റീപ്രോഗ്രാം, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞാലൊന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാറില്ല. അത് മാറേണ്ട രീതിയിൽ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാം. 3, പോസിറ്റീവ് അഫർമേഷൻസ് പറയാ. നമ്മളിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ മാറ്റാനുള്ള വേറൊരു വഴിയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരേ കാര്യം ഇങ്ങനെ ദിവസവും ഞാൻ പറഞ്ഞാൽ, ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഓരോ ഭാഗങ്ങൾ നോക്കിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സത് അത് അക്സെപ്റ്റ് ചെയ്തോളൂ. ഐ ആം ഹെൽത്തി, ഐ ആം വർത്തി, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ്, പോസിറ്റീവ് അഫർമേഷൻസ് ദിവസവും നമ്മൾ പറയുക. എസ്പെഷ്യലി കിടക്കാൻ നേരത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. ഉറങ്ങാൻ പോകുന്ന സമയത്തും എഴുന്നേറ്റ് വരുന്ന സമയത്തും. ആ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കാതെ ഇതിലേക്ക് നോക്കിയിട്ട് നമ്മളിലേക്ക് തന്നെ നോക്കി പോസിറ്റീവ് മനസ്സിൽ പറഞ്ഞാൽ മതി.
ഐ ആം ഹാപ്പി, ഐ ആം വെൽത്തി ഉള്ള കാര്യങ്ങൾ. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് ഉറങ്ങുക. അതിനു പകരം നമ്മൾ മൊബൈൽ എടുത്ത് അവിടെ കൊലപാതകം, ഇവിടെ കൊലപാതകം, ഇവിടെ റേപ്പ്, അവിടെ റേപ്പ്, ഇതൊക്കെ കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. ഓക്കെ, പോസിറ്റീവ് അഫർമേഷന്റെ കുറെ എക്സാമ്പിൾസ് ആണ്. റൂൾ 4, ത്രെട്ടുകൾ മാക്സിമം ഒഴിവാക്കുക. എസ്പെഷ്യലി നമ്മൾ ഇന്നത്തെ പുതിയ തലമുറയെല്ലാം ജോലി കിട്ടി കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ മാസത്തെ ശമ്പളം iPhone 15, ഒരു ബൈക്ക് 2 ലക്ഷം രൂപ, എന്നിട്ട് അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് കടമ. പിന്നെ മാസം മാസം ശമ്പളം കിട്ടുമ്പോൾ സ്ട്രെസ്, അതൊരു സ്ട്രെസ്സാണ് അവൻ വലിച്ചു വെക്കുന്നത്. ബാങ്കിൽ കിടക്കുന്ന പൈസ കണ്ടുകൊണ്ടല്ല നമ്മൾ വാഹനം വാങ്ങിക്കേണ്ടതും, നമ്മൾ ഫോൺ വാങ്ങിക്കേണ്ടതും, നമ്മൾ വീട് വെക്കേണ്ടതും. പിന്നെ അടുത്തൊരു 5 വർഷത്തേക്ക് ദിവസവും അവന്റെ മനസ്സിൽ അവൻ അറിയാതെ സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, അത് തന്നെയാണ് കരിയറിന്റെ കാര്യത്തിൽ. അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം ത്രെട്ട്, നമ്മുടെ ജീവിതം സേഫ് ആക്കുക, ഹെൽത്ത് സേഫ് ആക്കുക, ഫൈനാൻസ് സേഫ് ആക്കുക, ജോലി സേഫ് ആക്കുക, ബന്ധങ്ങളെ സേഫ് ആക്കുക. ഈ 4 കാര്യങ്ങളാണ് ജീവിതത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ സേഫ് ആണെങ്കിൽ പിന്നെ എനിക്കൊരു പേടിയില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്റെ ചുറ്റുപാട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ താങ്ങാൻ. ആ ഒരു വിശ്വാസം മതി എന്റെ സ്ട്രെസ് കുറയാൻ. ഞാൻ ഇത്രയും കാലം 30 കൊല്ലം ജോലി എടുത്ത് സമ്പാദിച്ചതിന്റെ ഒരു സേവിങ്സ് എന്റെ ബാങ്കിലുണ്ട് എന്നൊരു ചിന്ത വന്നാൽ മതി, എന്റെ സ്ട്രെസ് കുറഞ്ഞു. ഇതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ ത്രെട്ട് ഒഴിവാക്കുക. എസ്പെഷ്യലി ഈ 4 കാര്യങ്ങളിൽ: നമ്മുടെ ജോലി, പണം, സമ്പത്ത്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ആരോഗ്യം. 5, സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുക. അതൊന്ന് ശീലമാക്കിയാൽ മതി. ആ ചിരി പിന്നെ തന്നെ വന്നോളൂ. നമ്മുടെ ഗിരിജ ടീച്ചർ നോക്കിയാൽ എപ്പോഴും സന്തോഷം. സൂസൻ വർഗീസ് എപ്പോഴും സന്തോഷം. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും തോന്നും, ആ ഇങ്ങനെ സന്തോഷമാണല്ലോ, പിന്നെ അപ്പൊ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മുടെ സെല്ലിന്റെ ഗ്രോത്ത് നൽകും. കണ്ണുകൾക്ക് കാഴ്ച അവിടെ നിന്നോളും, ചെവിയുടെ കേൾവി അവിടെ നിന്നോളും, ഓർമ്മശക്തി അവിടെ നിന്നോളും. പകരം നമ്മൾ സ്ട്രെസ്ഫുൾ ആണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. പ്രസന്ന ചേതസി ആശു ബുദ്ധി പര്യവധിഷ്ഠിതേ, അർജുനന്റെ അടുത്ത് കൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ്. എപ്പോഴാ? യുദ്ധത്തിന് പോകുന്ന സമയത്താണ്, യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്താ പറഞ്ഞു. കീപ് യുവർ ഫേസ് ഹാപ്പി, പ്രസന്ന ചേതസി, എ ഹാപ്പി ഫേസ്, എ ഹാപ്പി മൈൻഡ്. അത് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. 6-മത്തത് മെഡിറ്റേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ. കുറച്ചു നേരം നമ്മളിത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നേരം നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത്, അതൊരു മെഡിറ്റേഷനാണ്, ഒരു താങ്ക്ഫുൾ മെഡിറ്റേഷൻ. അതൊരു 10 മിനിറ്റ് ചെയ്താലുള്ള ഒരു സുഖം വളരെയാണ്. നമ്മുടെ മൊത്തം ശരീരം കാം ഡൗൺ ആവും. അതുപോലെ വിഷ്വലൈസ് ചെയ്യുക, ഞാൻ ഫുള്ളി ഹെൽത്തി ആണ്, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു, നാളെ എന്റെ ജീവിതം നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, കുറച്ചു നേരം വെയിൽ കൊള്ളുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ആൾക്കാർക്ക് വിറ്റാമിൻ ഡി ഇല്ല, അത് സ്ട്രെസ് കൂട്ടും. കോവിഡ് വന്ന കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഭായിമാരുണ്ട്, എല്ലാവർക്കും കോവിഡ് വന്നു. ഈ ഭായിമാർക്ക് 1% പോലും ഭായിമാർക്ക് കോവിഡും ഇല്ല, ഒരു പ്രശ്നമില്ല. അവർക്ക് മാസ്കും ഇല്ല, ഒരു പ്രശ്നമില്ല. അവർ 10-20 പേര് ഒരുമിച്ചാണ് കിടക്കുന്നത്, പോണ്ടതൊക്കെ പോകും. ആകെ വല്ല പോലീസുകാരെ കാണുമ്പോൾ ഒരു തോർത്തെടുത്ത് വട്ടം കെട്ടും, അതാണ് അവരുടെ മാസ്ക്. എന്നിട്ടും ഇവർക്ക് ഒരു കോവിഡും വന്നില്ല. അവരൊക്കെ നന്നായിട്ട് വെയിൽ കൊള്ളുന്നുണ്ട്. വെയിൽ കൊണ്ടാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം വർദ്ധിക്കും. അത് മാത്രം മതി. ആ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എന്ത് വൈറസ് വന്നാൽ എന്താ കുഴപ്പം. അപ്പൊ അല്പം നേരം വെയിൽ കൊള്ളുക. വിഷ്വലൈസേഷൻസ് കുറെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് 8, നമ്മൾ കാലത്ത് എഴുന്നേറ്റ ഉടനെ മൊബൈൽ എടുക്കും, രാത്രി കിടക്കാൻ നേരത്ത് മൊബൈൽ എടുക്കും. ഞാൻ പറഞ്ഞു, ഈ സമയത്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തുറന്നിരിക്കുന്നത്. അതിൽ വരുന്നതെല്ലാം നെഗറ്റീവ് വാർത്തയാണ്. ഇത് കേട്ടിട്ടാണ് ഉറങ്ങുന്നത്, ഇത് കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ്, അയ്യോ അവിടെ കൊന്നു, ഇവിടെ കൊന്നു, ഇവിടെ റേപ്പ്, അവിടെ റേപ്പ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് പ്രോഗ്രാംഡ് ആണ്, നീ നല്ല സേഫ് ആയിട്ടുള്ള ഒരു ലോകത്തിലല്ല ജീവിക്കുന്നത്. സേഫ് ആയിട്ടല്ലാത്ത ലോകത്ത് ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ സ്ട്രെസ് ഹോർമോൺസിനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പകരം നല്ല കാര്യങ്ങൾ കേട്ട് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് കിടക്കുക, എഴുന്നേൽക്കുക.
നല്ല ആൾക്കാരുമായിട്ട് എനർജി ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നല്ല ആളുകളാവാം, നല്ല ജോലിയാവാം, നല്ല ഓഫീസാവാം, നല്ല സന്ദർഭങ്ങളാവാം. അങ്ങനെ നല്ല പ്രവർത്തികൾ എവിടെ എനർജി, പോസിറ്റീവ് എനർജി ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ചെയ്യും. കുട്ടികളുമായിട്ട് കളിക്കുക. കുട്ടികൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ളതാണ്. നേച്ചറുമായിട്ട് കളിക്കുക. താനോട് പറയുന്നത് നേച്ചർ ഇമേഷൻ. അടുത്തത് കുറച്ചു നേരം നമ്മൾ അങ്ങനെ പ്രകൃതിയിലൂടെ ഒന്ന് നടന്നാൽ, കുറച്ച് ഗാർഡനിങ് ആയിരുന്നാലും, വളരെ വിരളമാണ് നമ്മുടെ നാട്ടിൽ, എന്നാൽ തന്നെയും അതിൽ നടന്ന റിസർച്ചാണത്. കുറെ 4 പേപ്പർ ഞാൻ എടുത്തിട്ടതാണ്. നമ്മൾ ബെയർ ഫൂട്ടായിട്ട് മണ്ണിലൂടെ നടക്കുമ്പോൾ കോർട്ടിസോൾ കുറയുന്നു, ഇൻഫ്ലമേഷൻ കുറയുന്നു, പെയിൻ കുറയുന്നു, കാർഡിയോവാസ്കുലർ ഹെൽത്ത് കൂടുന്നു. ഇതൊക്കെ മെഡിക്കൽ റിസർച്ച് പേപ്പറുകളാണ്. എന്തുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടായിരിക്കാം ഈ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ പ്രൂഫ് കാണാതെ ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ തെരഞ്ഞെടുത്തത്. ചുമ്മാ നമ്മൾ ചെരുപ്പില്ലാതെ നമ്മുടെ മുറ്റത്തൂടെ നടക്കാൻ നമുക്ക് എന്ത് ചെലവുണ്ട്? 11, നമുക്ക് ഏറ്റവും, മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് കണക്ഷൻസ്, സോഷ്യൽ കണക്ഷൻസ്. നല്ല കുറച്ച് ബന്ധങ്ങൾ, നല്ല കുറച്ച് കൂട്ടുകാർ, നല്ല കുറച്ച് ബന്ധുക്കൾ. എനിക്കൊരു ആവശ്യം വന്നാൽ ഒന്ന് വിളിക്കാൻ, ഒന്ന് പറയാൻ ക്ലോസ് ആയിട്ട് ആരുണ്ട്? ഈ സ്ട്രെസ് വരുന്ന അല്ലെങ്കിൽ ഡിപ്രഷൻ വരുന്ന കുട്ടികളുടെ കൗൺസിലിംഗിന് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കൂട്ടുകാരുണ്ടോ? ഇല്ല. നീ എന്തെങ്കിലും ചെയ്യുവോ? കളിക്കുവോ? ഇല്ല. നീ വായിക്കുവോ? ഇല്ല. പിന്നെ എങ്ങനെയാ സ്ട്രെസ് വരാതിരിക്കുക? പിന്നെ എങ്ങനെയാ ഡിപ്രഷൻ വരാതിരിക്കുക? 12, ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കുക. സ്പിരിച്വാലിറ്റി. ഇത് മതമല്ല കേട്ടോ, മതമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവണം. നമ്മളും, ഞാനും, എൻ്റെ ഭാര്യയും, എൻ്റെ കുട്ടിയും, എൻ്റെ വീടും, എൻ്റെ കാറും, എൻ്റെ ജോലിയും എന്നതിനപ്പുറം എൻ്റെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടാക്കണം. അത് പല രീതിയിലാകാം. ഇപ്പൊ ഡോക്ടർ ഗിരിജ എന്തിനാ കഷ്ടപ്പെടുന്ന? അവർക്ക് ഒരുപാട്, അതിനിടയിൽ ഇതിങ്ങനെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇങ്ങനെ നടക്കും. ഇതൊരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ ഒരാൾക്ക് ഒരു 10 ഒരു ഊണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഒരു ബസ്സിൽ കയറിയപ്പോ ഒരു പ്രായമുള്ള ഒരാൾ വന്നു ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുക, അതൊരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് ഹോർമോൺസ് ഒരുപാട് ഉണ്ടാകും. ഒന്നും വേണ്ട, ഒരു പ്രായമുള്ള ആൾ വരുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് കൊടുത്തോ, ആ എഴുന്നേറ്റ് കൊടുത്തത് പൂർണ്ണമായും ആരെയും കാണാനല്ല, ആരെയും കാണിക്കാനല്ല എന്നുണ്ടെങ്കിൽ അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുമെന്നാണ് സൈക്കോളജി പറയുന്നത്. അത് കാണിക്കാനാണെങ്കിൽ കുറയും കേട്ടോ. നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പൂർണ്ണമായിട്ടും ആ ഒരു സ്നേഹം കൊണ്ട് മാത്രം ആ ഒരു ഡെഡിക്കേഷൻ ചെയ്താൽ ഉണ്ടാവും. അത് എനിക്ക് തലവേദനയും പനിയും ക്ഷീണവും ഉണ്ട് എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് കൊടുത്തോ, അപ്പൊ അത് ഡബിൾ ആവും എന്നാ പറയും. എന്നിട്ട് ഞാനൊരു പെയിൻ എടുത്ത് വേറൊരാളെ സഹായിക്കുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, എന്നിട്ട് ഞാൻ വേറൊരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ എഫക്റ്റ് കൂടുതലാണ്. 13, നന്ദി. ഇത് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മാമുക്കയോട് പണ്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മുഖം ഇങ്ങനെ ഉന്തി നിൽക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല വിഷമം തോന്നിയിട്ടുണ്ടോ? മാമുക്കോയ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും സുന്ദരമായ ഒരു മുഖം എനിക്ക് തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അങ്ങനെ ആ ഉള്ളതിനെ കുറിച്ച് വാരൻ ബഫറ്റ് ഒരു 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 ഒന്നുമില്ലാത്തൊരു മനുഷ്യനായിരുന്നു വാരൻ ബഫറ്റ്. കോടീശ്വരനായി, ലോകത്തെ നമ്പർ 1 മുതലാളിയായി. പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട് പത്രക്കാരൻ. അപ്പൊ പുള്ളി പറഞ്ഞത് ഇത് തന്നെയാണ്, ഒന്നുമില്ലാതിരുന്ന കാലത്തും ഞാൻ ആ നന്ദി, ആ ഉള്ളതിന് നന്ദി. കോഴിക്കോട് ഒരു കുട്ടിയുണ്ട്, എപ്പോഴും ഞാൻ പറയാറുള്ളത്, 2 കൈയും ഇല്ല 2 കാലും ഇല്ല. ആ കുട്ടി എത്ര സന്തോഷകരമായിട്ടാണ് പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ കുട്ടിയാണ് ഞാനെന്നാ പറയുന്നത്. എനിക്ക് ബുദ്ധിയുണ്ടല്ലോ, എനിക്കൊരു ഉമ്മയുണ്ടല്ലോ, വാപ്പയുണ്ടല്ലോ, എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ കൈയില്ലാത്തതും 2 കൈയും ഇല്ല 2 കാലും ഇല്ല. എന്നിട്ട് ആ കുട്ടി പറയുന്നത് അങ്ങനെയാണ്, എനിക്ക് 2 കൈയും ഇല്ല 2 കാലും ഇല്ലെങ്കിലും ആ കുട്ടിക്ക് ഉള്ളതിനെ കുറിച്ച് ആ കുട്ടി ആലോചിച്ച് നന്ദി പറയുന്നു. ഐ ആം ദ ഹാപ്പിയസ്റ്റ് ഗേൾ ഇൻ ദിസ് വേൾഡ്. 2 കൈയും 2 കാലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയായി പറയുന്നത്. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ട്, എൻ്റെ ഇത്തയുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, ബുദ്ധിയുണ്ട്, എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നുണ്ട്, വരയ്ക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം എല്ലാം 100% വർക്കിംഗ് ആവും.
ഖുറാനിലും ബൈബിളിലും വേദങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടി 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 തരും. നന്നായിട്ട് ഉറങ്ങുക. അത് എത്ര വേണം, പലതും പല അഭിപ്രായമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ജോലിക്ക് അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ശരീരവും മനസ്സും എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് അതിന് റെസ്റ്റും വേണം. ചില ആൾക്കാർക്ക് 3 മണിക്കൂർ മതി, ചില ആൾക്കാർക്ക് 6 മണിക്കൂർ വേണ്ടി വരും. അപ്പൊ അത് നമ്മൾ അറിഞ്ഞ് ചെയ്യാം. അത് ഒരുപാട്, ഇതെല്ലാം നമ്മൾ ഉറക്കം കൊണ്ട് വരുന്നതാണ്. റിക്കവറി ആൻഡ് റിപ്പയർ നടക്കുന്നത് ഉറക്കത്തിലാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഉറങ്ങാൻ പോകുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പ്, അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം നിർത്തുക. കാരണം ഇത്രയും പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട സമയമാണ് ഉറക്കം. ആ സമയത്ത് നമ്മൾ കുഴിമന്തിയും ബിരിയാണിയും കഴിച്ചിട്ട് കിടന്നാൽ അത് ദഹിപ്പിക്കുന്ന ജോലിയിലേക്ക് ഫുൾ എനർജി പോകും. ഇതൊന്നും ചെയ്യാൻ ശരീരത്തിന് എനർജി ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡൈജഷൻ സിസ്റ്റം തീർന്നിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോകാൻ. ഇതെല്ലാം ആ ഉറക്കം കൊണ്ട് കിട്ടും. അഡാപ്റ്റ് ചെയ്യുക. അവസരങ്ങൾ, നമ്മൾ മനുഷ്യനാണ്, നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പല സ്ഥലത്തും പോകേണ്ടി വരും, പല ആൾക്കാരെയും കാണേണ്ടി വരും, പല സാഹചര്യങ്ങളും ജീവിക്കേണ്ടി വരും. ഞാൻ ഇങ്ങനെയേ ജീവിക്കൂ, ഞാൻ ഇതേ കഴിക്കൂ, ഞാൻ ഇതേ ഇടൂ, ഞാൻ ഇതേ ചെയ്യൂ എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മൾ ചേഞ്ച് ചെയ്യണം സാഹചര്യങ്ങൾക്കനുസരിച്ച്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ട്രെസ് കുറയും. ഞാനൊരു അധ്യാപകനാണ്, ഒരു കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ സിസ്റ്റത്തിനനുസരിച്ച് ഞാൻ മാറണം, അല്ലാതെ അവിടുത്തെ ആളുകൾ മാറണമെന്ന് ഞാൻ വിചാരിച്ചാൽ നടക്കും. അപ്പൊ അങ്ങനെ മാറിയാൽ വിൽ ബി ഹാപ്പി. അപ്പോ ഏതാണ്ടൊക്കെ കഴിയാറായി. നമ്മുടെ എന്താ പറയാ, ഭീഷ്മർ പറഞ്ഞ ഒരു വാചകം, ഭീഷ്മർ മഹാഭാരതത്തിലുള്ളതാണെന്ന് തോന്നുന്നു, എവിടെ വായിച്ചത്. മുഹൂർത്തം ജ്വലിതം ശ്രയം, മുഹൂർത്തം ജ്വലിതം ശ്രയം, അത് ധൂമ ഇത് ചിരം. അർത്ഥം സംസ്കൃതമാണ്. 10ാം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ചുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലാവും. മുഹൂർത്തം ജ്വലിതം ശ്രയം, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം കത്തിജ്വലിക്കണം. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടന്ന് പുകയുന്നതിലും എത്രയോ ഭേദമാണത്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം കത്തിജ്വലിക്കണം. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടന്ന് പുകയുന്നതിലും എത്രയോ ഭേദമാണത്. അപ്പൊ ജീവിക്കുന്നിടത്തോളം കാലം സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ ജീവിച്ചാൽ നമ്മളും ഹാപ്പിയാവും, നമ്മുടെ ചുറ്റുമുള്ള ആളുകളും ഹാപ്പിയാവും. താങ്ക് യു വെരി മച്ച്. Once again, thank you, Dr. Girija, for giving me this opportunity. എന്നെ കേട്ടിരിക്കാൻ വന്ന എല്ലാവരോടും നന്ദി, സ്നേഹം. ഇനി നമുക്ക് സമയം ഞാൻ 17 മിനിറ്റ് കൂടുതൽ എടുത്തു. സോറി ഫോർ ദാറ്റ്. എന്റെ ഫോൺ നമ്പർ ഇതാണ് 9895464415. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വഴിതെറ്റി വന്ന ഒരാളാണ് ഈ മേഖലയിലേക്ക്, സൈക്കോളജിയും ഇതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ, ഇവിടെ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് പറയാൻ പറ്റിയെന്ന് വരും. ഡോക്ടർ അലി MA, അത് മൊത്തമായിട്ടാണ്. ഡോക്ടർ അലി MA പഠിക്കുന്നതിന്റെ MA 9895464415. നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഇത് കഴിഞ്ഞ് ഒന്ന് ശ്രദ്ധ തരണം, 2-3 വാക്കുകൾ ഒന്ന് എഴുതിയിടുക. ഓക്കെ, അപ്പം നമ്മുടെ അലി സാറ് കാര്യം അവതരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരുപാട് സംശയവും ഒരുപാട് കൂട്ടിച്ചേർക്കലും ഉണ്ടായിരിക്കാം, എന്നാലും കുറച്ചു പേർക്ക് നമുക്ക് പറയാം സമയം ഉണ്ടെങ്കിൽ. ആരാണ് തുടങ്ങുക? സുരേഷ് സാർ, സന്തോഷ് സാർ പറയും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഐ എൻജോയ്ഡ്. ഞാൻ ഈ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി എന്ത് സംഭവിച്ചാലും ഇത് കേൾക്കുക തന്നെ ചെയ്യുന്ന ഒരു തീരുമാനം എടുത്തു. സോ റിയലി എൻജോയ്ഡ്. ബ്രൂസ് ലിപ്റ്റൺ ഇസ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്. എന്നുവെച്ചാൽ നേരിട്ട് അറിയാവുന്ന ആളൊന്നുമല്ല, അദ്ദേഹത്തിനെ ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. Very true. And this one thing which you have tried to convey today, ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതം മാറ്റാൻ തക്ക ശേഷിയുള്ള ഒരു പ്രമാദമായതും അറ്റ് ദ സെയിം ടൈം വളരെ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ബുക്ക് തുടങ്ങുന്നത്. ആര്? ബ്രൂസ് ലിപ്റ്റൺ അത് തന്നെ പറഞ്ഞിട്ടാണെന്ന് പറയാം ബുക്ക് തുടങ്ങുന്നത്. So, in fact, I learned psyche
ബിക്കോസ് ബ്രൂസ് ലിപ്റ്റൺ ഇസ് റെക്കമെൻഡഡ്. ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇങ്ങനെ ഒരു വാക്കെങ്കിലും പറയാതെ എനിക്ക് എക്സിറ്റ് ആകാൻ കഴിയുന്നില്ല. സോ Thank you for the താങ്ക് യു ഫോർ appreciation. ഗിരിജ മാഡം ഓൾസോ. Thank you, sir. താങ്ക് യു അലി സർ. പറയൂ. വളരെ നന്നായിട്ടുണ്ട് സർ. നല്ല ഒരുപാട് നമ്മളെ ശരിക്കും വെച്ചാൽ നമ്മള് ഓരോ പ്രോസസ് ഈ പറയുന്ന മടി രാവിലെ ഞാൻ ആ അലാറത്തിന്റെ ഓർത്തു പോയത് സാർ പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ സ്ഥിരമായി ചെയ്യുന്ന കാര്യം അത്. ശരി, അത് ഇനി പിന്നെ എന്തായാലും അത് ആലോചിച്ചു വേണം. I have to do it in my subconscious mind also and get up. നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിനൊന്നും എഴുന്നേക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് പറ്റിയ മുഹൂർത്തം ഏതാണോ അത് നമ്മൾ തീരുമാനിച്ചാൽ എഴുന്നേറ്റിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ 50 ട്രില്യൺ സെല്ലിനോട് ചെയ്യുന്ന ഭയങ്കര ഒരു അപരാധം. So tomorrow will be like that, sure. Thank you. Thank you sir. Thank you sir. കാണാം സാർ, ക്ലാസ് കേൾക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായി. കണ്ടത് സന്തോഷം. ഒരുപാട് നാളായല്ലോ നമുക്ക് കണ്ടിട്ട്. കുറെ കാലമായി കണ്ടിട്ട്. സുരേഷ് സാർ പറയൂ. Good evening, Alex sir, and people here. ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പുസ്തകം വാങ്ങി വെച്ചിട്ട് കുറെ കാലമായി. ഇത് ശരിക്കും പറഞ്ഞാൽ ദീപക് ചോപ്രയുടെ ഒരു സ്പീച്ചിലാണ് ഈ പുസ്തകത്തിനെ പറ്റി കേൾക്കുന്നത്, ബ്രൂസ് ലിപ്റ്റന്റെ പുസ്തകത്തിനെ പറ്റി കേൾക്കുന്നത്. അപ്പൊ അന്ന് തന്നെ വാങ്ങിച്ചു, കാരണം അതിന് താല്പര്യമുള്ള ഒരു വിഷയം അത് കാരണം വാങ്ങിച്ചു. പക്ഷെ കുറെ വായിച്ചപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയാ അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. കാരണം എന്റെ ഫീൽഡ് കൊമേഴ്സ് ആണ്, സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് ആഴത്തില് ചെല്ലാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ദീപക് ചോപ്രയുടെ പല ടീച്ചിങ്സും ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എന്താ പറയാ അദ്ദേഹത്തിന്റെ എന്താ പറയാ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ ഇതുപോലത്തെ പല തോട്ട്സും കടന്നു വരുന്നുണ്ട് തീർച്ചയായും. അപ്പൊ സാറിന്റെ എന്താ പറയാ പുസ്തകത്തിന് ഉപരിയായിട്ട് സാറിന്റെ എക്സ്പീരിയൻസും സാറിന്റെ കാര്യങ്ങളും ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പൊ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. തസ്നീം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് എവറിബഡി. Good evening. ഇന്ന് സന്തോഷ് സാർ പറഞ്ഞ പോലെ ബ്രൂസ് ലിപ്റ്റൺ ഫാനാണ് ഞാനും. പിന്നെ അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഗിരിജ മാം ബയോളജി ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യും. ഡോക്ടർ ബ്രൂസ് ലിപ്റ്റന്റെ ബുക്ക് ബേസ്ഡ് ആയിട്ടായിരിക്കും. ഈ ഒരു മണിക്കൂർ പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. വളരെ നല്ല ഒരു സെഷനായിരുന്നു. എല്ലാ കാര്യങ്ങളും എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് സാറ് പറഞ്ഞു. ഓരോ കാര്യം, സ്ട്രെസ്സ് എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, അതേപോലെ ഫസ്റ്റ് ആ ബ്രീതിങ് ചെയ്തപ്പം അതിൽ റിലാക്സേഷൻ എത്ര നമ്മുടെ ബോഡിയെ ഹീൽ ചെയ്യാം എന്നുള്ളത് കൂടെ അതൊരു പോയിന്റാണ്. പിന്നെ വളരെ നന്നായി ആ 2 ചോദ്യത്തിൽ എപ്പോൾ ചോദിച്ചാലും ഒരിക്കലും നമ്മുടെ പേര് നമ്മൾ മലയാളികൾ പറയില്ല. കാരണം വി ആർ കണ്ടീഷൻഡ് ലൈക്ക് ദാറ്റ്. 3 പേരുടെ പേര് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലത്തെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള 3 വേറെ ആൾക്കാരുടെ പേര് പറയൂ. പക്ഷെ സത്യം സാർ പറഞ്ഞ പോലെ നമ്മുടെ പേര് ആ 3 പേരിൽ ഉണ്ടാവണം. അപ്പം അപ്പോഴേ ആ ഒരു സെൽഫ് ലവ് ഇതിൽ എടുത്ത് കാണിക്കുകയുള്ളൂ. അത് നമ്മുടെ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നമ്മളെ പറയാൻ പറ്റില്ല. എനിവേ താങ്ക്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സെഷൻ. താങ്ക്സ് എ ലോട്ട് സർ. താങ്ക് യു. താങ്ക് യു തസ്നിം. ഇനി ആരാ? സൂസൻ മാഡം പറയുന്നു. ഞാൻ പറഞ്ഞാ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഭീഷ്മർ ഈ പറഞ്ഞതില്ലേ, ഒരു നിമിഷമെങ്കിലും നമ്മൾ ജ്വലിക്കണം, എന്നും ഇങ്ങനെ നീറി പുകഞ്ഞു പോകരുത് എന്ന് പറയുന്നത് പുള്ളിയുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കോ? പാവം എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുത്ത് ജീവിതം ഒരിക്കലും എൻജോയ് ചെയ്തിട്ടില്ലാത്ത മനുഷ്യനല്ലേ. ഭീഷ്മറിന്റെ കഥ മഹാഭാരതത്തിൽ എന്നെ ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുള്ളൊരു ഭാഗമാണത്. അതുകൊണ്ട് എനിക്ക് അതൊരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ ഈ പറഞ്ഞില്ലേ 15 കാര്യങ്ങൾ, അതിൽ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഡോക്ടർ ഗിരിജ മേഡത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ കുറേം കൂടി മാറിയിട്ടുണ്ട്, കുറേം കൂടി സന്തോഷമുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങള് ഈയിടെ ഞാനും എൻ്റെ മകളും കൂടെ ഒരു ചൈന ട്രിപ്പിൽ പോയി. 34 പേരുണ്ടായിരുന്നു. കുറെ സ്ത്രീകൾ തന്നെ വന്നിട്ടുള്ളവരുണ്ട്, ഫാമിലി ആയിട്ടുള്ളവർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി മേഡം അടുത്ത ട്രിപ്പ് എവിടേക്കാ പോകണേ?
ഞാൻ പറഞ്ഞു ഇനി പോകുന്നില്ല, ഇത് എന്റെ ലാസ്റ്റ് ട്രിപ്പാണ്, എന്റെ ആരോഗ്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ പറഞ്ഞില്ല, ഇനി മേഡം പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നുള്ളൂ എന്നൊക്കെ വന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പല ചെറുപ്പക്കാരെ കുറെ പേരുണ്ട്, എല്ലാവരുമായിട്ടും നമുക്ക് ചേരുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ചെറിയ ചെറിയ സഹായം ചെയ്യുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ക്യൂ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കുറെ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്ക് പുറകെ നിൽക്കാൻ ഇച്ചിരി മടിയായിരിക്കുമല്ലോ. അപ്പോ ഞാനിങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഞങ്ങളുടെ എഴുതാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരു മനുഷ്യൻ വന്നു, 2 സാധനം മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു 10 കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ അതിന് വേറൊരു ക്യൂ ഉണ്ട്, അവിടെ വേണമെങ്കിൽ നിൽക്കാം. ഇനിയിപ്പോ ഏതായാലും ഇത് 2 എണ്ണല്ലേ ഉള്ളൂ, ഇവിടെ തന്നെ നിന്നോ, ഞങ്ങളുടെ മുമ്പ് അടിച്ചോട്ടെ, പോയിക്കോ നിങ്ങൾ, കുഴപ്പമില്ല, എനിക്ക് കുറെ സാധനങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് പുള്ളിനെ കയറ്റി വിട്ടു. ഞാൻ വലിയൊരു ത്യാഗമൊന്നും അല്ല ചെയ്തത്, എന്നാൽ പോലും പുള്ളിക്ക് അത് ഭയങ്കര സന്തോഷം. വീണ്ടും വീണ്ടും എന്നോട് കുറെ നന്ദിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കണം, ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ അത് നമ്മൾക്ക് എന്തോരം നമ്മൾക്ക് സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. ചെറിയൊരു ത്യാഗമാണ്. പിന്നെ ഞാൻ ഈ സൈക്കോസോമാറ്റിക് ഡിസീസിനെ കുറിച്ച് കുറെ പഠിച്ചു നോക്കിയിട്ടുണ്ട്. ഇത്രയും സൈക്കോളജി അധികം പഠിച്ചിട്ടില്ലെങ്കിലും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറെ കൂടിയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇതുകൊണ്ട് വരുന്ന രോഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ നേരത്തെ പറഞ്ഞ 15 കാര്യങ്ങളില് ഒരുപാട് കാര്യങ്ങളില് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് പറയേണ്ട ആവശ്യമില്ല, മാഡത്തിന് മുഖം കണ്ടാ അറിയാം. എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായി. ഞാൻ ഇന്ന് ശരിക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ മകൻ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് വീണിട്ട് ഇന്ന് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പം കാലിന് ഒരു ചെറിയൊരു ഫ്രാക്ചർ. അപ്പം അത് ഞങ്ങൾ പോയി എല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിനിരിക്കുന്നത്. അപ്പോഴത്തേക്ക് 6:30 മണി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കയറി. അപ്പോൾ ഗിരിജാമ്മയുടെ എപ്പോഴും നിർബന്ധിക്കണ കാര്യം കൊണ്ട് കയറും. പക്ഷെ ഓരോ ക്ലാസ്സും കയറി കഴിയുമ്പോൾ കയറാനും ഒരു ഇച്ചിരി റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ കയറി കഴിയുമ്പോൾ ഞാൻ അയ്യോ ഒന്ന് മിസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള വിചാരത്തിലാണ് ഓരോ പ്രാവശ്യവും പോകുന്നത്. അതുകൊണ്ട് അലി പേര് മുഴുവൻ എനിക്ക് വരുന്നില്ല. അലി സാറിനോട് നന്ദിയുണ്ട്, ഗിരിജ മാഡത്തിനോട് ഏറ്റവും വലിയ നന്ദി. താങ്ക് യു. മാഡം പറഞ്ഞിട്ടുള്ള ഭീഷ്മരുടെ കാര്യം നമ്മള് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഇപ്പൊ മഹാത്മാഗാന്ധി ആവാൻ കാരണം പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഷ്ടപ്പെട്ടതൊന്നും കഷ്ടപ്പാട് പുള്ളിക്കല്ല, നമുക്കാ, കാണുന്നവർക്കാ. പുള്ളി ചെയ്തത് എല്ലാം സന്തോഷത്തോടു കൂടിയാ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഭീഷ്മര്. നമ്മൾ പല ആളുകളെയും കാണുന്നുണ്ട് സ്വന്തം നോക്കാതെ കഷ്ടപ്പെട്ട് ബാക്കിയുള്ളവരെ സഹായിക്കുന്നത്. ആ കഷ്ടപ്പാട് നമുക്കേ തോന്നുന്നുള്ളൂ. അവരുടെ മനസ്സിൽ അവർ പൂർണ്ണ സംതൃപ്തരാണ്. കോഴിക്കോടുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ കാലത്ത് 5 മണി മുതൽ രാത്രി കാലത്ത് 5 മണി മുതൽ 10 മണി വരെ 5 മണിക്കൂർ നേരം കടലിൽ പോയിട്ട് കക്ക പാരും. എന്നിട്ട് അത് കിട്ടിയ പൈസ കൊണ്ട് ആ കോഴിക്കോടുള്ള സർക്കാർ ഹോസ്പിറ്റലിലെ ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. വീട് പട്ടിണിയില്ല, വലിയ ആളൊന്നുമല്ല. അപ്പൊ പുള്ളി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമ്മൾ ചോദിക്കും. പക്ഷെ പുള്ളിക്ക് അത് കഷ്ടപ്പാടല്ല, പുള്ളിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമാണ് പുള്ളിയുടെ ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഭീഷ്മരും മഹാത്മാഗാന്ധി. അതെ, സ്വയം ഭരിച്ച ഒരു ഇതാണ് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഡോക്ടർ ലാലി കയറിയിരുന്നു. താങ്ക് യു മാഡം. ലാലി ഉണ്ടോ? ലാലി മാം ഇറങ്ങിയോന്നറിയില്ല. ഇല്ലെങ്കിൽ വേറെ ആർക്കും ഒന്നും പ്രതികരിക്കാനോ ചോദിക്കാനോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്താലോ സാറേ? നിർത്താം. 8 മണിന്ന് പറഞ്ഞാൽ ഗിരിജ മാമിനെ അറിയില്ല, ആദ്യമൊക്കെ കണ്ടത്. താങ്ക് യു മാം, താങ്ക് യു ഫോർ കീപ്പിംഗ് സച്ച് എ സെക്ഷൻ. താങ്ക്സ്, ഒരുപാട് നന്നായി. അലി സാറ് കുറെ വർഷം മുന്നേ പരിചയപ്പെട്ടതായിരുന്നു. അന്ന് മുതലേ നല്ലൊരു ബന്ധമുണ്ട്. അറിയുക, പക്ഷേങ്കില് മാമിന് ഇപ്പൊ കാണുന്നത്. താങ്ക്സ് മാം, താങ്ക് യു. കണ്ണൂരാണ്. താങ്ക് യു മാഡം, താങ്ക് യു. അപ്പോൾ ഹാപ്പിനെസ് ഹബ്ബ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പ്രതികരിക്കാനും കൂട്ടിച്ചേർക്കാനും. ഹലോ, സംസാരിച്ചേക്കാമോ? സുഖം മാഡം, പറയൂ. ഞാൻ പറഞ്ഞ പോലെ വൈകിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ പെട്ടെന്ന് സാറിന്റെ ഒരു മെസ്സേജ് കണ്ട് കയറിയതാണ്. വളരെ നല്ല ഇൻഫോർമേറ്റീവായിട്ട് സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ചും സാർ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലില് ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതല് പ്രായമായി 90 വയസ്സായ ആള് വരെ
ഈ പറയുന്ന ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിൽക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ പീസ്ഫുൾ ആകാം എന്നുള്ളത് വളരെ ക്രിസ്പായിട്ട് എന്നാൽ വളരെ ബേസോട് കൂടി ഒരു നല്ലൊരു കോൺസെപ്റ്റ് തരുന്ന രീതിയിൽ ഇത്രയും ചുരുങ്ങിയ സമയത്ത് സാർ പ്രസന്റ് ചെയ്തു. സാറ് വളരെ സൂപ്പർ ആയിരുന്നു കേട്ടോ. കൺസെപ്റ്റുകളെല്ലാം ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പിന്നെ ഞാനും ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നാണ്. ബേസിക്കലി സാറിന്റെ തന്നെ കൊളീഗായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഞങ്ങളെ പോലെയുള്ള ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് സൈക്കോളജിയിൽ നിന്ന് ഔട്ട്സൈഡ് വേൾഡിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ആ കോൺസെപ്റ്റുകളൊക്കെ ആയി. അപ്പോ സൈക്കോളജിസ്റ്റുകൾ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിലേക്ക് കാണുമെന്ന് നമുക്കറിയാം. എന്നാലും ഞങ്ങൾക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടി. എന്തായാലും ബുക്ക് വായിക്കണം, കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ട്. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ ദ യൂസ്ഫുൾ സെഷൻ. താങ്ക്സ് ഫോർ ദ കോർഡിനേറ്റേഴ്സ് ടു. താങ്ക് യു. ഗുഡ് ഈവനിങ് മാം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിഷയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ 15 പോയിന്റ്സ് പറഞ്ഞത് എനിക്ക് ഐ വാസ് നോട്ട് ദെയർ. എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ എടുക്കണമായിരുന്നു. സോ ഐ ആക്ച്വലി മിസ്ഡ് ഔട്ട് ഓൺ ദ ലാസ്റ്റ് 15 പോയിന്റ്സ്. പക്ഷെ എന്നാലും ഈ നമ്മൾ ഈ ഹെൽത്തിനെ കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പം ഒരു പോയിന്റിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത്, വി ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ അവർ ഹെൽത്ത്. അപ്പോൾ ഒരു ചോദ്യം ഉള്ളത്, ഈ ഹെൽത്തിനെ കുറിച്ച് ആങ്സൈറ്റി ഉള്ള ആൾക്കാർ, അതായത് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കണം, എല്ലാം ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, ആർ ദേ ടേക്കിംഗ് എക്സ്ട്രാ ആങ്സൈറ്റി ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്? അപ്പൊ അതൊരു സ്ട്രെസ് പോയിന്റ് അല്ലേ? ഹെൽത്തിനെ കുറിച്ച് ഓവർ വറി ചെയ്യുന്ന ആൾക്കാർ, അതായത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണ് അവരുടെ ഉദ്ദേശം, പക്ഷെ അതിനെ പറ്റി അവർ കൂടുതൽ ആങ്ഷ്യസ് ആണ് ആവുന്നത്. സോ ഇസിൻ ദാറ്റ് വൺ ഫാക്ടർ? ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ പോലും ഇസിൻ ദാറ്റ് സ്ട്രെസ് ഫാക്ടർ ടു കോസ് മോർ ഹെൽത്ത് ഇഷ്യൂസ്? നിഷ മാം ചോദിച്ച ചോദ്യം അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിലെ ഭായിമാർക്കൊന്നും ഒരു കൊറോണയും വന്നില്ല. വളരെ കോൺഷ്യസ് ആയിട്ട് മാസ്കും ഇട്ട് വീട്ടിലിരുന്ന് ഉള്ള ക്രോസിനും കഴിച്ച് വാക്സിനും എടുത്ത് എല്ലാ പ്രിപ്പറേഷനും എടുത്ത് 12 പ്രാവശ്യം കൈയും കഴുകി ചെയ്തിരുന്ന ആൾക്കാർക്ക് കൊറോണയും വന്നു, 3 പ്രാവശ്യം വന്നു. രണ്ടുപേരും പ്രശ്നം എന്ന് വെച്ചാൽ ടേക്ക് ഇറ്റ് ഈസി. എന്തിനാ ഇത്ര പോയാൽ തീർന്നു? 10 കൊല്ലം 10 കൊല്ലം ജീവിച്ചില്ലേ, ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളത് ലിവ് ഇറ്റ് ടു ദ യൂണിവേഴ്സ് ഓർ ലിവ് ടു ദ ഗോഡ്. ആ ഒരു സെൻസിലേക്ക് നമ്മൾ എത്തണം. ആ സെൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും എല്ലാം പ്രോസസ്സും വേണ്ടത്. അപ്പൊ നമുക്ക് തോന്നും, ഈ ഒരു പ്രസന്റ് നിമിഷത്തിൽ ഞാൻ എന്താണ്, ഐ എം ഹാപ്പി ഓവർ ഹിയർ. നാളെ ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? വൈഷുഡായി ബോധം. 19 വയസ്സായി തീർന്നു അത്രേ ഉള്ളൂ. ആ ഒരു സെൻസിലെടുത്ത്, ആ ഒരു സെൻസിലാണ് നമ്മുടെ ഭാര്യമാർ നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല. ഇതെല്ലാ കെയറും എടുത്ത് നടന്ന ആൾക്കാർക്കാണ് ആംബുലൻസിന്റെ നമ്പർ എല്ലായിടത്തും എഴുതിയിട്ട ആൾക്കാരുണ്ട് വീട്ടില്. അവർക്കൊക്കെ അത് ആവശ്യം, ആവശ്യം വന്നില്ല. അപ്പൊ ഓവറായിട്ട് നമ്മൾ ആങ്ഷ്യസ് ആവാതിരിക്കും, പക്ഷെ കെയർഫുൾ ആവാം. കോവിഡ് സമയത്ത് വന്നതാണ്. ജാഗ്രതയാണ് പ്രധാനം, ഭയമല്ല. പക്ഷെ ജാഗ്രതയുടെ കൂടെ എല്ലാവരും ഭയവും കൊടുക്കും. അത് പ്രശ്നം ഞാൻ പറയില്ല. നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ നേരത്തെ എന്തിനായി മൊബൈലും ടി ഇങ്ങനെ എടുത്ത്, അതിനകത്ത് മൊത്തം ഈ കണക്കുകളാണ്. 100 പേർക്ക് അസുഖം വന്നാൽ 100 കോടി ആൾക്കാർക്ക് അസുഖം വരാത്തവരുണ്ട്. അതെന്തേ കാണിക്കാത്തത്? ഒരാളെ റേപ്പ് ചെയ്താൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ റേപ്പ് ചെയ്യാത്തവരുണ്ട് ഇവിടെ. ഒരു കത്തിക്കുത്ത് നടന്നാൽ കത്തിക്കുത്ത് നടക്കാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന മൊത്തം നെഗറ്റീവ് ന്യൂസുകളാണ് കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും. അതാണ് നമ്മൾ സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുക. ഒരുപാട് ചിന്തകൾക്ക് സ്കോപ്പ് നൽകുന്ന ഒരു വിഷയമാണെന്ന് സാർ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇതും പോലെ ഇനിയും പുതിയ വിഷയങ്ങളുമായിട്ട് അലി സാർ വരും എന്റെ നിർബന്ധം ഉണ്ടെന്നാണെങ്കിൽ പോലും. ഞാൻ അന്ന് പറഞ്ഞ പുതിയത് എന്തെങ്കിലും എടുത്തില്ലെങ്കിലും പഴയ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ വെച്ചാലും മതി. അപ്പൊ സാർ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, എടുത്തത് പിന്നെ എടുക്കുന്ന സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ മാതിരി കൊല്ലം ഒന്ന് കഴിഞ്ഞു, പക്ഷെ ഇത് വായിച്ചിട്ടില്ല. ഈ പറഞ്ഞ നേരത്തെ സന്തോഷ് സാർ പറഞ്ഞ മാതിരി തന്നെ തുടക്കത്തിൽ ഞാനൊരു എഞ്ചിനീയറാണ്. പിന്നെ തുടക്കം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കത് ദഹിക്കില്ല പല കാര്യങ്ങൾ. അപ്പോൾ അതോടെ മാറ്റി വെച്ചതാ. പിന്നെ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ഫോർ മെഡിസിൻ കണ്ടു.
ഈ കൊറോണയുടെ മരുന്ന് 350 കോടി ഗുളിക കൊടുമുടിക്ക് മേലെ എത്തി എന്നൊക്കെ കണ്ടപ്പോൾ അത് തന്നെ ആകാം ഒരു സബ്ജക്റ്റ് എടുത്ത് തിരിച്ചെടുത്ത് വായിച്ചത്. അപ്പൊ യു ഫോഴ്സ്ഡ് മീ ടു ഡു ദാറ്റ്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു. തന്നെയാണ് അപ്പൊ എന്തായാലും ആ പുസ്തകം വായിക്കാനുള്ള ഒരു പ്രേരണ നൽകിയ ഒരു ക്രെഡിറ്റും കൂടെ ഞാൻ എടുക്കുന്നു. ഒത്തിരി സന്തോഷം സർ. ഒരുപാട് ആൾക്കാരെ ചിന്തിപ്പിക്കുകയും അതിലൂടെ കടന്നു പോകാനും സാധിച്ചു. അപ്പോൾ ഹാപ്പിനെസ് ഹബിന്റെ ഇന്നത്തെ സന്ധ്യ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരു പുതിയ വിഷയമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് ബൈ യു. ബൈ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ.